ഒന്ന് കേട്ടറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ഓറിയൻറ്റേഷനും, രണ്ടാമത്തത് നിങ്ങൾക്ക് അക്ബർ സാറ് ഇംഗ്ലീഷിൻ്റെ ക്ലാസ് തരുന്നതായിരിക്കും. ഇംഗ്ലീഷിൻ്റെ നിങ്ങൾക്ക് ആ ടോപ്പിക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അതും നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിൽ തരുന്നതാണ്. അതായിരിക്കും ഓൾമോസ്റ്റ് ക്ലാസ് ഉണ്ടാവുക. നമ്മളൊരു അരമണിക്കൂറേ ഈ ഒരു ജനറൽ പാർട്ട് വരുന്നുള്ളൂ. ഒരു 11:30 നമ്മൾ ഈ സെഷൻ കഴിയും. അടുത്ത സെഷൻ ഒരു 5 മിനിറ്റിന് ശേഷം നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് റെഗുലർ ആയിട്ട് 1 മണി വരെ ഉണ്ടാവും. ഓക്കെ, അതിന് ഇംഗ്ലീഷിൻ്റെ ഒരു കോംപ്രിഹെൻഷൻ്റെ ഒരു നോട്ട് എല്ലാവരും വായിച്ചു നോക്കിയതല്ലേ? വായിച്ചു നോക്കിയതാണോ? യെസ്, ആ വായിച്ചു നോക്കി ജസ്റ്റ് അതിന്റെ വേർഡ് മീനിങ് ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ ഇനി അതിനുശേഷം ഈ ഒരു 5 മിനിറ്റ് സമയം തരുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി തരും. ഒരു 6 ക്വസ്റ്റ്യൻസും കൂടി തരും. ആ 5 മിനിറ്റ് കൊണ്ട് ആ 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ കഴിയുന്നുണ്ടോ നോക്കുക. അതല്ലെങ്കിൽ പിന്നീട് ക്ലാസ്സിൽ സാർ അത് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻ നടത്തും. ഓക്കെ, നമുക്ക് നേരിട്ട് നമ്മുടെ സെഷനിലേക്ക് പോവാം. നിങ്ങൾക്കറിയാം കേട്ടറ്റ് എന്ന് പറയുന്നത് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് ആണ് അല്ലെ? ഈ കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റിൽ 3-4 കാറ്റഗറി ആയിക്കൊണ്ടാണ് ഉള്ളത്. 1, 2, 3 എന്നീ പറയുന്ന 4 കാറ്റഗറി ആയിക്കൊണ്ടാണുള്ളത്. അതിൽ ഒന്നാമത്തെ കാറ്റഗറി LP സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. രണ്ടാമത്തെ കാറ്റഗറി UP സ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാറ്റഗറി ഹൈസ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. നാലാമത്തെ കാറ്റഗറി ഇവയിൽ വരുന്ന അതല്ലെങ്കിൽ UP ഹൈസ്കൂൾ തലത്തിൽ വരുന്ന സ്പെഷ്യൽ സബ്ജക്റ്റുകളായിട്ട് വരുന്ന ഡ്രോയിങ്, പിന്നെ അതേപോലെ തന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ സംസ്കൃത്, ഹിന്ദി പോലുള്ള മറ്റു ലാംഗ്വേജുകൾ, ഇവയെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അറബിക് ഒക്കെ പോലുള്ള ആ സബ്ജക്റ്റുകൾക്ക് വേണ്ടി നടത്തുന്ന ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് കേട്ടറ്റ് 4 എന്ന് പറയുന്നത്. അപ്പോൾ കേട്ടറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഈ ഒരു ക്വാളിഫിക്കേഷൻ നേടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ PSC തലത്തിലാണെങ്കിലും അതല്ലെങ്കിൽ സ്കൂൾ തലത്തിലാണെങ്കിലും നിങ്ങൾ ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ടീച്ചറായിട്ട് അഡ്മിഷൻ ലഭിക്കുള്ളൂ, അല്ലെങ്കിൽ ടീച്ചറായിട്ട് അപ്പോയിന്റ് ചെയ്യുള്ളൂ നിങ്ങളെ. ഓക്കെ, ആ കാര്യങ്ങളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, നമ്മൾ കേട്ടറ്റിന്റെ കാര്യത്തിൽ എടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ഈ കേട്ടറ്റിന്റെ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്നുള്ളതാണ്. കേട്ടറ്റ് നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ കാറ്റഗറി 1 ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, കാറ്റഗറി 2 ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, പിന്നെ കാറ്റഗറി 3 ഏതൊക്കെ സബ്ജക്റ്റ് ആണ്, ഇങ്ങനെ പറയുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ ജനറൽ ആയിട്ട് സബ്ജക്റ്റുകൾ പറയുമ്പോൾ കാറ്റഗറി 1 and 2 സൈക്കോളജി ആൻഡ് പെഡഗോഗി, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, ജനറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് ഇവ പോലുള്ള സബ്ജക്റ്റുകളാണ്. പിന്നെ അതേപോലെ തന്നെ കാറ്റഗറി 3 എടുത്ത് പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, മലയാളം, ഫിസിക്കൽ സയൻസ് പോലുള്ള സ്പെഷ്യൽ സബ്ജക്റ്റുകളുമാണ്. ഇവ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. പാർട്ട് 1 എന്താണ് പഠിക്കേണ്ടത്, പാർട്ട് 2 എന്താണ് പഠിക്കേണ്ടത്, പാർട്ട് 3 എന്താണ് പഠിക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് വേറെ ഒന്നുമില്ല. കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കൂൾ തലത്തിൽ പഠിപ്പിക്കാൻ ടീച്ചേഴ്സിന് ആവശ്യമായിട്ടുള്ള ക്വാളിഫയിങ് എക്സാമിനേഷൻ ആണ് കേട്ടറ്റ് എന്ന് പറയുന്നത്. ആ കേട്ടറ്റിൽ നമ്മൾ ജനറൽ ആയിട്ട് എല്ലാ കാറ്റഗറിയിലും കൂടി വരുന്ന സബ്ജക്റ്റുകളെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇനി അടുത്തത് നമ്മൾ പാർട്ട് വൈസിൽ അല്ലെങ്കിൽ കാറ്റഗറി വൈസിലുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എല്ലാവർക്കും ഇത് കാണാലോ അല്ലെ? മനസ്സിലാവുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കുകയാണ്. 3 പാർട്ട് ആയിക്കൊണ്ടാണ് നമുക്ക് എക്സാമിനേഷനിൽ കയറുമ്പോൾ, ഹോളിൽ കയറുമ്പോൾ ബുക്ക്ലെറ്റ് ആയിട്ട് കിട്ടുക. 3 പാർട്ട് ഉണ്ടാവും. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3. ഓക്കെ, അങ്ങനെ 3 പാർട്ട് ആയിക്കൊണ്ടാണ് നമ്മൾ എക്സാമിൻ എഴുതേണ്ടത്. അപ്പോൾ കാറ്റഗറി 1 അതല്ലെങ്കിൽ LP സ്കൂൾ ടീച്ചറിന് ആവശ്യമുള്ള കാറ്റഗറി 1-നാണെങ്കിൽ ഈ 3 കാറ്റഗറി ഉണ്ട്, പാർട്ട് ഉണ്ട്. 2-നാണെങ്കിൽ 3 പാർട്ട് ഉണ്ട്. 3-ക്കാണെങ്കിൽ 3 പാർട്ട് ഉണ്ട്. സ്പെഷ്യൽ സബ്ജക്റ്റുകളായിട്ടുള്ള കാറ്റഗറി 4-നാണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള 3 പാർട്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ജനറൽ ഓറിയന്റേഷനിൽ നമ്മൾ ഈ ഒരു പാർട്ട്, ഓരോ പാർട്ടിലും വരുന്ന സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ഓരോന്നിലും എത്ര മാർക്കുകൾ ഉണ്ട്, ഇപ്പോൾ ഓക്കെ ഓരോന്നിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠിക്കണം എന്നീ പറയുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ പാസ്സാവാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് എത്ര എന്നുള്ളതാണ്. ജനറൽ OBC SC ST കാറ്റഗറിയിൽ പാസ്സാവാൻ ആവശ്യമായിട്ടുള്ള മാർക്ക് എത്ര എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഓരോ നോക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനം ചോദിക്കാവുന്നതാണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് സൈക്കോളജി ആൻഡ് പെഡഗോഗി എന്ന് പറയുന്നത്. ഓക്കെ, സൈക്കോളജി ആൻഡ് പെഡഗോഗി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ കാറ്റഗറിയിലും വരുന്നുണ്ടെന്നുള്ളത് നിങ്ങൾ ഓർത്തു വെക്കുക. എന്നാൽ സൈക്കോളജി ആൻഡ് പെഡഗോഗിക്ക് ഓരോ കാറ്റഗറിയിലും എത്ര വീതം മാർക്കാണ് ചോദിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. കാറ്റഗറി 1, 2 and 4 ഇവ 3-നും 30 മാർക്ക് വീതമാണ് സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. കാറ്റഗറി 3-ക്ക് മാത്രം എന്താണ് 40 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ക്ലിയർ ആണല്ലോ? 40 മാർക്കിനാണ് കാറ്റഗറി 3-ക്ക് സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. ഇവ കൂടാതെ സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ
അഡീഷണൽ ആയിട്ട് ഒരു 10 മാർക്ക് കൂടി ഓരോന്നിലും, അല്ലെങ്കിൽ കാറ്റഗറി 1, 2 and 4 ഒരു 10 മാർക്ക് കൂടി അഡീഷണൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അത് കാറ്റഗറി 1-ലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ജക്ട് പെഡഗോഗിന്റെ ഭാഗം തന്നെയാണ്. ഓക്കെ, സബ്ജക്ട് പെഡഗോഗിന്റെ ഭാഗത്ത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 10 മാർക്ക് വരെ മാക്സിമം ചോദ്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കാറ്റഗറി 1, 2-ല് നമുക്ക് 40 മാർക്ക് വരെ സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നിന്നും ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ സൈക്കോളജിക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ പഠിക്കണം എന്നുള്ളത് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൂടാതെ തന്നെ കാറ്റഗറി 3-ലാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ഒരു 30 മാർക്ക് കൂടി, അഥവാ നമ്മൾ പാർട്ട് 3-ല് സ്പെഷ്യൽ സബ്ജക്റ്റിന്റെ, ഉദാഹരണത്തിന് സോഷ്യൽ സ്റ്റഡീസ് ആണ് നിങ്ങൾ എടുത്ത് പഠിക്കുന്നതെങ്കിൽ അതിൽ 30 മാർക്ക് കൂടി നമുക്ക് പെഡഗോഗിക്കൽ പാർട്ട് വരുന്നുണ്ട്. സോഷ്യൽ സ്റ്റഡീസിന്റെ പെഡഗോഗിയുടെ പാർട്ട് 30 മാർക്ക് കൂടി വരുന്നുണ്ട്, ഉദാഹരണം പറയുമ്പോൾ. അപ്പോൾ 70 മാർക്ക് പോലും സൈക്കോളജി ആൻഡ് പെഡഗോഗി കാറ്റഗറി 3-ക്ക് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു കമ്പാരിസൺ അല്ലെങ്കിൽ അതിന്റെ ഒരു അനാലിസിസ് സ്റ്റേജ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ കാറ്റഗറി 1, 2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 40 മാർക്കിന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഏത് സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നിന്ന്. കാറ്റഗറി 3 ആണെന്നുണ്ടെങ്കിൽ 70 മാർക്കിന് സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിക്കാം. ഇനി സൈക്കോളജിന്റെ മറ്റൊരു സ്കോപ്പ് കൂടി ഞാൻ പറയുകയാണ്. ഇത് LPSI, UPSIയിലും സൈക്കോളജി ആൻഡ് പെഡഗോഗി വരുന്നുണ്ട്, HSIയിൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി വരുന്നുണ്ട്, CTET-ല്, സെറ്റില്, നെറ്റില്, BEd-ന് നിങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള BEd, TTC, PPTTC, DLEd, അതേപോലെ തന്നെ PSC ടീച്ചേഴ്സ് ഇന്റർവ്യൂവിന് പോലും ഈ പറഞ്ഞിട്ടുള്ള സൈക്കോളജി ആൻഡ് പെഡഗോഗിയുടെ ഭാഗത്തു നിന്നും ചോദ്യം ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ സൈക്കോളജി ആൻഡ് പെഡഗോഗി നിങ്ങൾ പഠിക്കുമ്പോൾ 100% കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് പഠിക്കുക. അത് നിങ്ങൾക്ക് ഭാവിയിലും അതേപോലെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവലും നിങ്ങൾക്ക് ഉയർത്തിയെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പാറ്റേണിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ പൂർണ്ണമായിട്ടും കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾക്ക് സെലക്ട് ചെയ്തുകൊണ്ട് ഓരോ സബ്ജക്റ്റും, ഇനി വരുന്ന ഓരോ സബ്ജക്റ്റുകളുടെയും പാസ്സാവാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അത് നിങ്ങൾക്ക് വരും ക്ലാസ്സുകളിൽ മനസ്സിലാവുന്നതുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു സബ്ജക്റ്റ് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അത് പാർട്ട് 1-ൽ വരുന്ന ഒരു സബ്ജക്റ്റ് മാത്രമാണ്. ഇനി കാറ്റഗറി 1 അല്ലെങ്കിൽ LPSA, LP സ്കൂൾ ടീച്ചേഴ്സിന്റെ ക്വാളിഫയിങ് എക്സാമിനേഷൻ ആയിട്ടുള്ള കാറ്ററ്റ് കാറ്റഗറി 1-ൽ വരുന്ന പാർട്ട് 1-ൽ വരുന്ന 2 മറ്റ് സബ്ജക്റ്റുകൾ ഏതൊക്കെയെന്നുള്ളതാണ്. അത് മാത്തമാറ്റിക്സ്, മൂന്നാമത്തത് EVS. ക്ലിയർ ആണല്ലോ? അപ്പോൾ മാത്തമാറ്റിക്സും 30 മാർക്കിനുണ്ട്, EVS-ഉം 30 മാർക്കിനുണ്ട്. അപ്പോൾ പാർട്ട് 1-ൽ കാറ്റഗറി 1-ലാണെങ്കിൽ പാർട്ട് 1-ൽ കാറ്റഗറി 1-ൽ പാർട്ട് 1-ൽ 90 മാർക്കിനാണ് ചോദ്യങ്ങൾ ഉണ്ടാവുക. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവുന്ന കരുതുന്നു. 90 മാർക്കിനാണ് കാറ്റഗറി 1-ൽ, കാറ്ററ്റ് കാറ്റഗറി 1-ൽ പേപ്പർ 1-ൽ ചോദിക്കുന്നത് 90 മാർക്കിനാണ്. ക്ലിയർ? ഇനി കാറ്റഗറി 2-ലാണെന്നുണ്ടെങ്കിൽ 2 സബ്ജക്റ്റ് അവിടെ വരുന്നുണ്ട്. 2 സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒന്ന് സയൻസ് സബ്ജക്റ്റ് എന്നും മറ്റൊന്ന് സോഷ്യൽ സബ്ജക്റ്റ് എന്നുമാണ് പറയുന്നത്. അപ്പോൾ സയൻസിൽ വരുന്നത് മാത്തമാറ്റിക്സും ജനറൽ സയൻസും വരുന്നുണ്ട്. ഓക്കെ, ഈ EVS-ൽ പറയുന്ന ഓൾമോസ്റ്റ് EVS-ൽ പറയുന്ന സാധനങ്ങൾ തന്നെയാണ് ജനറൽ സയൻസിൽ വരുന്നത്, അതുകൂടാതെ മാത്തമാറ്റിക്സും. അപ്പോൾ ഓൾമോസ്റ്റ് ആ കാര്യങ്ങൾ തന്നെയാണ് സയൻസ് പാർട്ടിൽ നമുക്ക് എടുത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ പാർട്ട് 2 ഭാഗമായി തിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 60 മാർക്കിന് സയൻസിനും 60 മാർക്ക് SS-ൽ നിന്നുമായിരിക്കും ചോദ്യം വരിക. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, സൈക്കോളജി ആൻഡ് പെഡഗോഗിയിൽ നിന്നും 30 മാർക്കിന് ചോദ്യം വരുമ്പോൾ ഒരു 10 മാർക്ക് അഡീഷണൽ ആയിക്കൊണ്ട് മാത്തമാറ്റിക്സിന്റെയും സയൻസിന്റെയും പെഡഗോഗിക്കൽ പാർട്ട് കൂടി നമ്മൾ പഠിക്കണം, SS-ന്റെയും പെഡഗോഗിക്കൽ പാർട്ട് കൂടി നമ്മൾ പഠിക്കണം. അങ്ങനെ 40 മാർക്കാണ് നമ്മൾ അവിടെ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അങ്ങനെ 50 മാർക്കോളം സയൻസിൽ നിന്നും 50 മാർക്കോളം SS-ൽ നിന്നും നമുക്ക് ചോദ്യം വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വ്യക്തമായ പിക്ചർ നമുക്ക് ഉണ്ടാവുമ്പോഴാണ്, ആ ഒരു പ്ലാനിങ് നമുക്ക് ഉണ്ടാവുമ്പോഴാണ്, ഇപ്പോഴേ നമ്മളത് മനസ്സിൽ കുറിക്കുമ്പോഴാണ് നമുക്ക് വരും എക്സാം ആ ടെൻഷൻ ഇല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു ഫിയറോ അല്ലെങ്കിൽ ആ ഒരു ആൻസൈറ്റിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ തലകറങ്ങുന്ന അവസ്ഥയൊന്നും ഇല്ലാത്ത അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പോഴേ ഇതിനെക്കുറിച്ച് ബോധേഡ് ആവുക, ഇപ്പോഴേ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എക്സാം മുകളിൽ നിങ്ങൾക്ക് ഒരു കാരണവശാലും അതിനെക്കുറിച്ച് പേടി ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ സമയത്ത് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിക്കുമ്പോഴാണ് നിങ്ങൾ ടെൻഷൻ വരിക. ഇത് മുൻപേ നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വ്യക്തമായ പ്ലാനിങ്. നമ്മളിപ്പോൾ ഓരോ കാറ്റഗറിയിൽ, ഇനിയിപ്പോൾ കാറ്റഗറി 1 മാത്രമാണ് നോക്കുന്നതെങ്കിൽ ആ 1-ലുള്ള ആൾ മാത്രം ഇതിന്റെ കാര്യം മാത്രം എടുത്തിട്ട് നിങ്ങൾ അത് ഒരു പ്ലാനിങ് സെറ്റ് ചെയ്യുക. കാറ്റഗറി 2-ലുള്ളതാണെങ്കിൽ ആ ഒരു കാര്യം മാത്രം എടുത്തിട്ട് പ്ലാൻ സെറ്റ് ചെയ്യുക. അങ്ങനെ കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ 30 മാർക്ക് സൈക്കോളജി ആൻഡ് പെഡഗോഗി കാറ്റഗറി 2-ല്. ഇനി 60 മാർക്ക് SS ആണെങ്കിൽ അല്ലെങ്കിൽ സയൻസ്. ഓക്കെ, ആ 60-ൽ 10 മാർക്കും പെഡഗോഗിക്കൽ പാർട്ടാണെന്നും കൂടി ഓർത്തു വെക്കുക. ക്ലിയർ ആണല്ലോ? പാർട്ട് 1-ന്റെ കാര്യമാണ് പറയുന്നത്.
ഓക്കെ, പാർട്ട് 1 എന്ന് പറയുന്ന നമ്മൾ ബുക്ക്ലെറ്റിൽ കാണുന്ന പാർട്ട് 1ന്റെ കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി കാറ്റഗറി 1ഉം കാറ്റഗറി 2ലും ജനറൽ ആയിട്ട് വരുന്ന മറ്റു 2 സബ്ജക്റ്റുകൾ, അത് പാർട്ട് 2 എന്നും പാർട്ട് 3 എന്നുമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പാർട്ട് 2ല് മലയാളം സബ്ജക്റ്റ് എല്ലാവരും എഴുതണം കാറ്റഗറി 1ലാണെങ്കിൽ. പാർട്ട് 3ല് ഇംഗ്ലീഷ് സബ്ജക്റ്റ് എന്തായാലും എഴുതണം. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം കിടക്കുന്നത്. LP അല്ലെങ്കിൽ കാറ്റഗറി 1 എഴുതുന്നവരാണെന്നുണ്ടെങ്കിൽ പാർട്ട് 2 നിർബന്ധമായും മലയാളം തന്നെയാണ്, പാർട്ട് 3 നിർബന്ധമായും ഇംഗ്ലീഷ് തന്നെയാണ്. എന്നാൽ കാറ്റഗറി 2ല് നിങ്ങൾക്ക് ഇവയിൽ ഏതെങ്കിലും ഒന്ന് പാർട്ട് 2ൽ ഉപയോഗിക്കാം, പാർട്ട് 3ലും ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അഥവാ പാർട്ട് 2ല് മലയാളമാണ് ചൂസ് ചെയ്തതെങ്കിൽ പാർട്ട് 3ൽ ഇംഗ്ലീഷ് നിർബന്ധമാണെന്ന് മാത്രം. ഇനി പാർട്ട് 2ൽ ഇംഗ്ലീഷ് ആണ് ചൂസ് ചെയ്തതെങ്കിൽ പാർട്ട് 3ൽ മലയാളം ആയിരിക്കണം എന്ന് മാത്രം. അത്രേ അതിന്റെ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ജനറലി നമ്മൾ കാറ്റഗറി 1 കാറ്റഗറി 2 നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ 3 പാർട്ടുകളായിട്ടുള്ളതിൽ പാർട്ട് 1ല് 90 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും, പാർട്ട് 2ല് 30 മാർക്കിനാണ്, പാർട്ട് 3ല് 30 മാർക്കിനാണ്. ഇനി പാർട്ട് 1ല് കാറ്റഗറി 1 ആണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ആൻഡ് പെഡഗോഗിയും മാത്തമാറ്റിക്സും EVSുമാണ് 90 മാർക്കിന് ചോദിക്കുന്നത് എന്നുള്ളതാണ്. കാറ്റഗറി 2ലാണ് പാർട്ട് 1ൽ എന്നുണ്ടെങ്കിൽ സൈക്കോളജി ആൻഡ് പെഡഗോഗിയും മാത്തമാറ്റിക്സ് ആൻഡ് ജനറൽ സയൻസ് എന്നുള്ളതാണ്, അല്ലെങ്കിൽ സൈക്കോളജി ആൻഡ് പെഡഗോഗിയും സോഷ്യൽ സ്റ്റഡീസ് എന്നുള്ളതുമാണ്. അതാണ് 90 മാർക്കിന് ചോദിക്കുന്നത്. പിന്നെ പാർട്ട് 2, 3ല് ലാംഗ്വേജ് പാർട്ടുകളാണ്. ഓക്കെ, അങ്ങനെയാണ് 150 മാർക്കാണ് ടോട്ടൽ മാർക്ക് ഉള്ളത് എന്നുള്ളത്. ഇനി കാറ്റഗറി 3ന്റെ കാര്യം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലോ, കാറ്റഗറി 3ൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും സൈക്കോളജി ആൻഡ് പെഡഗോഗി 40 മാർക്കിനാണ്, അത് പാർട്ട് 1ലാണ് വരുന്നത്. പാർട്ട് 2ല് ഇംഗ്ലീഷ് ഓർ മലയാളം എന്നുള്ളതാണ്, ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി, ഇംഗ്ലീഷ് ഓർ മലയാളം, അത് 30 മാർക്കിനാണെന്നുള്ളതാണ്. ഓക്കെ, ഇനി അതേപോലെ തന്നെ കാറ്റഗറി 4ലാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി 30 ആണ്, ലാംഗ്വേജ് 40 മാർക്കിനുമാണെന്നുള്ളത് ഓർത്തു വെക്കുക. ഇനി പാർട്ട് 3ല് പാർട്ട് 3 കാറ്റഗറി 3 എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവേണ്ട, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രസന്റേഷൻ തന്നെ നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. ഈ ഒരു ടേബിൾ നോക്കിക്കൊണ്ട് നിങ്ങൾ അതിനെ മനസ്സിലാക്കുക. കാറ്റഗറി 3ന്റെ കാര്യമാണ് പറയുന്നത്. അതിൽ പാർട്ട് 3 എന്ന് പറയുന്ന സബ്ജക്റ്റ് ഉണ്ട്. ആ പാർട്ട് 3ലാണ് നമ്മൾ സ്പെഷ്യൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വരുന്നത്. ആ സ്പെഷ്യൽ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഒന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. മാത്സ് വരുന്നുണ്ട്, അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് വരുന്നുണ്ട്, അതല്ലെങ്കിൽ ലാംഗ്വേജ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ഓർ മലയാളം വരുന്നുണ്ട്, അതല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് വരുന്നുണ്ട്. ഇവ എല്ലാത്തിനും 80 മാർക്കിനാണ് ചോദ്യം ചോദിക്കുന്നത്. ആ 80 മാർക്കിൽ 50 മാർക്കും നമ്മുടെ കണ്ടന്റ് ആണ്. ഉദാഹരണത്തിന് മാത്തമാറ്റിക്സിന്റെ കണ്ടന്റ് പാർട്ടാണ് 50 മാർക്കിന് വരിക. 30 മാർക്കിനും നമ്മൾ ആ മാത്തമാറ്റിക്സിന്റെ പെഡഗോഗിയാണ് വരിക. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുന്ന കരുതുന്നു 80 മാർക്കിനാണ് അങ്ങനെ അതിൽ ചോദിക്കുന്നത്. നമ്മൾ കാറ്റഗറി 4ലാണെങ്കിൽ പാർട്ട് 3യുടെ സബ്ജക്ട് എന്ന് പറയുന്നത് സ്പെഷ്യൽ സബ്ജക്റ്റിൽ വരുന്ന നിങ്ങൾക്കറിയാം, ഹിന്ദി വരാം, സംസ്കൃത് വരാം, അറബിക് വരാം, പിന്നെ ഡ്രോയിങ് വരാം, പിന്നെ മറ്റ് ആർട്സ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വരാം, പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ആ ലിസ്റ്റിൽ വരുന്ന എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് 80 മാർക്ക് ചോദിക്കുന്നത്. അതിൽ 30 മാർക്ക് പെഡഗോഗിക്കൽ പാർട്ടാണ്, 50 മാർക്ക് നമ്മുടെ കണ്ടന്റ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അതാത് കാറ്റഗറിയിലുള്ളവർ അതാത് സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ്, ഓരോന്നിലും മാർക്ക് ചോദിക്കുന്ന ഏതൊക്കെയാണ്, ഇനി ഇതിന്റെ സിലബസ് എടുത്ത് നോക്കുമ്പോൾ അതിൽ സ്പെസിഫൈ ചെയ്തുകൊണ്ട് ഓരോ ഏരിയയിൽ നിന്നും എത്ര മാർക്കുകൾ ചോദിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടി ചർച്ചകൾ ഉണ്ടാവും. ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ച് ബോധേഡാവാം, അതിനെക്കുറിച്ച് ചിന്തിക്കാം, അതിനെക്കുറിച്ച് പഠിച്ചു തുടങ്ങുമ്പോൾ. ഈ ഒരു ജനറൽ പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവുക. എക്സാം ഹോളിൽ പോകുമ്പോൾ 150 മാർക്കിനാണ്, പാർട്ട് 1ൽ 90 മാർക്കിന് നമുക്ക് ആദ്യം കിട്ടുമെന്നുള്ളത് ഓർത്തു വെക്കുക. കാറ്റഗറി 1 2 ആണെന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന പാർട്ട് 2ഉം പാർട്ട് 3യും ലാംഗ്വേജ് സബ്ജക്റ്റ് ആണ്. കാറ്റഗറി 1 and 2 ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു വെക്കുക. ഓക്കെ, അതേസമയം പാർട്ട് 1ല് പിന്നെ കാറ്റഗറി 3യിലാണെന്നുണ്ടെങ്കിൽ 40 മാർക്കിനാണെന്ന് ഓർത്തു വെക്കുക. പിന്നെ മറ്റേത് പാർട്ട് 2ല് 30 മാർക്കിനാണെന്ന് ഓർത്തു വെക്കുക. ലാസ്റ്റ് ആണ് 80 മാർക്ക്, വലിയൊരു ടാർഗറ്റ് 80 മാർക്കിന് വരുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. അതുകൊണ്ട് അധികം സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് പാർട്ട് 3യിലാണെന്നുള്ളതും കൂടി ഓർത്തു വെക്കുക. ഓക്കെ, കാറ്റഗറി 3കാരുടെ കാര്യമാണ് പറയുന്നത്. അതേപോലെ തന്നെ കാറ്റഗറി 4കാരുടെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുന്ന കരുതുന്നു. ജനറൽ ആയിട്ട് എല്ലാത്തിനും ടോട്ടൽ 150 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ആ 150 മാർക്കിലാണ് പാസ് മാർക്ക് എന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് 90 മാർക്കാണ് വാങ്ങേണ്ടത് ജനറൽ പാസ് ആവാൻ വേണ്ടിയിട്ട്. മിനിമം 45% വേണം താനും, അതും കൂടി നമ്മൾ ഓർത്തു വെക്കുക. 90 മാർക്കാണ് ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് പാസ് ആവാൻ വേണ്ടത്. ഓക്കെ, OBC കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ 82 മാർക്കാണ്, SC ST കാറ്റഗറിയിലാണെന്നുണ്ടെങ്കിൽ പാസ് മാർക്ക് 75 ആണ്. ഓക്കെ, ഇങ്ങനെയാണ് അതിന്റെ ഒരു സിസ്റ്റം ഉള്ളത്.
ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ പിന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി കാറ്റഗറി 1 and 2 40 മാർക്കിന് ചോദ്യം ഉണ്ടാവും എന്ന് ഓർത്ത് നോക്കുക. കാറ്റഗറി 3 പിന്നെ കാറ്റഗറി 4 70 മാർക്കിന് അല്ലെങ്കിൽ പിന്നെ 70 + 60 മാർക്കിന് ചോദ്യങ്ങൾ ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കുക. കാറ്റഗറി 4 60 മാർക്കും കാറ്റഗറി 3 70 മാർക്കും. ക്ലിയർ ആണെന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം തന്നെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പാസ് ആവാനുള്ള സാധ്യത കൂടുകയാണെന്നുള്ളതാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കുന്ന കാര്യം തറവായി പഠിക്കുക. അതിന് വേറൊരു ടൈമോ അല്ലെങ്കിൽ അതിന് വേറൊരു പ്രിപ്പറേഷനോ കാര്യങ്ങളോ വേണ്ടതായിട്ടുണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. അത് തറവായിട്ട് പഠിക്കുക. ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഏത് ഏരിയ ആണോ നിങ്ങൾ പഠിക്കുന്നത് ആ പഠിക്കുന്ന ഏരിയ തറവായി കൊണ്ട് പഠിക്കുക. അല്ലാണ്ട് കൂടുതൽ പഠിക്കാനുണ്ട്, അത്ര വലിയ സബ്ജക്റ്റ് വലിയ സിലബസ് ആണ്, അതിനെക്കുറിച്ചൊന്നും ബോധമിടാവരുത്. പഠിക്കുന്നത് എന്താണോ അത് ക്ലിയർ ചെയ്തുകൊണ്ട് കറക്റ്റ് ആയിക്കൊണ്ട് തറവായിക്കൊണ്ട് പഠിക്കുക. അത് ആവർത്തനം നടത്തുകയും ചെയ്യുക. പഠിക്കുന്ന കാര്യങ്ങൾ ആവർത്തനം നടത്തുകയും ചെയ്യുക. ആ ഒരു രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകളിൽ തരുന്നത് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർത്തു വെക്കുക. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും കേട്ടിട്ട് നമ്മൾ പഠിപ്പിക്കില്ല. അതേസമയം LPS, UPS, HS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വൈഡ് സിലബസ് ആണ്, വളരെ കോമ്പിറ്റൻസ് ഉള്ളതാണ്, PSC തലമാണ്, അതിൽ നല്ലോണം പഠിക്കാനുണ്ട് എന്നുള്ള ഒരു സംഭവം ഉള്ളത് കൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കും. എന്നാൽ കേട്ടിട്ട് നമ്മൾ പാസ്സാവുക എന്നുള്ളതാണ് ഇവിടുത്തെ നമ്മുടെ ടാർഗറ്റ്. ആ പാസ്സാവുക ഒരു 90, 95, 98 മാർക്ക് വരെ നമ്മളൊരു 110 മാർക്ക് 115 മാർക്കിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ക്ലാസ് കൊടുക്കുക. എന്നാൽ നിങ്ങൾ ആ ഒരു ടാർഗറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ തീർച്ചയായിട്ടും പാസ്സാവും എന്നുള്ളതാണ്. ജസ്റ്റ് നിങ്ങൾ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ ജസ്റ്റ് ഫസ്റ്റ് ഒക്കെ നിങ്ങൾ ഹെഡ്സെറ്റ് ഒക്കെ ഉപയോഗിച്ചിട്ട് കേട്ടാൽ മതി. പിന്നീട് നിങ്ങൾ നോട്ട് ചെയ്തുകൊണ്ടൊക്കെ പഠിക്കാം. അതുകൂടാതെ തന്നെ നമ്മൾ വരുന്ന പിന്നെ ലൈവ് സെഷൻസിലും അതിന്റെ കൂടുതലായിട്ടുള്ള ക്ലാസ്സുകൾ പരിചയപ്പെടാനും കഴിയും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടി കൺക്ലൂഡ് ചെയ്യുകയാണ് ഈ ഒരു ജനറൽ പാർട്ട് എന്നുള്ളതിന്റെ കാര്യത്തിൽ. കാറ്റഗറി 1 സബ്ജക്ട് എന്ന് പറയുന്നത് സൈക്കോളജി ആൻഡ് പെഡഗോഗി, എൻവയോൺമെന്റൽ സ്റ്റഡീസ്, മാത്തമാറ്റിക്സ്. ഇതൊരു പാർട്ട് 1. പിന്നെ മലയാളം ഓർ ഇംഗ്ലീഷ്, മലയാളം ആൻഡ് ഇംഗ്ലീഷ്. പാർട്ട് 2 മലയാളം, പാർട്ട് 3 ഇംഗ്ലീഷ്. ഇതാണ് കാറ്റഗറി 1 സബ്ജക്ട് എന്ന് പറയുന്നത്. 180 മാർക്കിനാണ്. പാസ് മാർക്ക് എന്ന് പറയുന്നത് 90 ഓർ 82 എന്നുള്ളതാണ്. ഓക്കെ, ഇനി കാറ്റഗറി 2 സബ്ജക്ട് എന്ന് പറയുന്നത് സൈക്കോളജി ആൻഡ് പെഡഗോഗി ആണ്. അതുകൂടാതെ തന്നെ ജനറൽ സയൻസ് ആൻഡ് മാത്തമാറ്റിക്സ്, അതൊരു സബ്ജക്റ്റ് ആണ്. അത് 60 മാർക്കിനാണ്. ഓർ സോഷ്യൽ സയൻസ്, അതും 60 മാർക്കിനാണ്. അപ്പോൾ ജനറൽ സയൻസിന് 30 മാർക്ക് ഉണ്ടാവും, മാത്തമാറ്റിക്സിന് 30 മാർക്ക് ഉണ്ടാവും, അല്ലെ? അങ്ങനെയാണല്ലോ അതിന്റെ വരിക. 30 മാർക്ക് ജനറൽ സയൻസ്, 30 മാർക്ക് മാത്തമാറ്റിക്സ്. അതിലൊരു 5 മാർക്ക് പെഡഗോഗിക്കൽ ജനറൽ സയൻസ്, 5 മാർക്ക് മാത്തമാറ്റിക്സിന്റെ പെഡഗോഗിക്കൽ പാർട്ട്. ഓക്കെ, സോഷ്യൽ സയൻസിൽ പിന്നെ 60 മാർക്കാണ്, അതിലൊരു 10 മാർക്ക് പെഡഗോഗിക്കൽ പാർട്ട്. ഇനി മലയാളം ഓർ ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് ഓർ മലയാളം എന്നുള്ള ആ ഒരു പാർട്ട് 2, 3 എന്നുള്ളത്. ഇനി കാറ്റഗറി 3 സബ്ജക്റ്റുകളാണെങ്കിൽ സൈക്കോളജി ആൻഡ് പെഡഗോഗി, ഇംഗ്ലീഷ് ഓർ മലയാളം. ഓക്കെ, പാർട്ട് 1, പാർട്ട് 2 കഴിഞ്ഞു. പാർട്ട് 3 നിങ്ങളുടെ ഈ സ്പെഷ്യൽ സബ്ജക്റ്റുകൾ വരുന്നത്. ഇതിൽ ഏതെങ്കിലും ഒന്നാണ് ഓരോരുത്തരും നിങ്ങൾ എടുക്കുക. അത് ഹൈസ്കൂൾ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇംഗ്ലീഷ്, നാച്ചുറൽ സയൻസ്, മാത്തമാറ്റിക്സ്, സോഷ്യൽ സയൻസ്, മലയാളം ഓർ ഫിസിക്കൽ സയൻസ്. ഇത്രയുമാണ് അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. അടുത്തത് നമ്മൾ നോക്കുന്നതാണ് ഇംഗ്ലീഷിന്റെ ഭാഗമാണ്. നിങ്ങൾക്ക് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് ഒരു 10 മിനിറ്റ് ഞാൻ ഇതിലേക്ക് ടൈം കണ്ടിട്ടുള്ളത്. നിങ്ങൾക്ക് കാര്യമായിട്ടൊന്നും അറിയാനോ ചോദിക്കാനോ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നേരിട്ട് ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് പോകും. നമുക്ക് ഇംഗ്ലീഷിന്റെ ഒരു സിലബസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജനറൽ ആയിക്കൊണ്ട് ഒരു 23 ഏരിയ നമുക്ക് കേട്ടറ്റിന് വേണ്ടി പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, 23 ഏരിയ ഏതൊക്കെ എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, എന്താണ് നമ്മളിപ്പം ജനറൽ ആയിട്ടുള്ള കേട്ടറ്റിന്റെ ഒരു ഓറിയന്റേഷൻ ആണ് കഴിഞ്ഞത്. നമ്മൾ സൈക്കോളജി ആൻഡ് പെഡഗോഗി അത് വേറെ ക്ലാസ്സിൽ തന്നെ തരും. അതിന്റെ സിലബസിനെ കുറിച്ചും അത് ഓരോ ഏരിയയിൽ നിന്ന് എത്ര മാർക്കിന് ചോദ്യങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പരിചയപ്പെടും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കുന്നത് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ആണ്. ആ ഇംഗ്ലീഷിൽ പൊതുവെ നമുക്ക് എടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്, ഈ ഇംഗ്ലീഷ് പഠിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയിൽ പോലും ഇംഗ്ലീഷ്, PSC എല്ലാ എക്സാമിനും, ഈ PSC മാത്രമൊന്നല്ല, അത് SSC ആണെങ്കിലും നെറ്റ്, സെറ്റ്, PSC, പിന്നെ UPSC, അതേപോലെ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയയിലും ഏതൊരു കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻ എടുക്കുകയാണെങ്കിൽ ആ കോമ്പറ്റീറ്റീവ് എക്സാമിനേഷനിൽ എല്ലാം വേണ്ടുന്ന ഒന്നാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ആ ഇംഗ്ലീഷിന്റെ എല്ലായിടത്തും പഠിക്കുന്ന മെയിൻ ജനറൽ ആയിട്ടുള്ള ഒരു ഭാഗമാണ് ഏതെന്ന് പറയുന്നത് ഈ 23 ഏരിയ എന്ന് പറയുന്നത്. അതുകൂടാതെ തന്നെ കോംപ്രിഹെൻഷൻ എന്ന് പറയുന്നതും വൊക്കാബുലറി എന്ന് പറയുന്ന ഒരു ഭാഗവും കൂടി ഉണ്ട്. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം കോംപ്രിഹെൻഷന്റെ പാർട്ടാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതും കൂടി ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത്
നോട്ട് ചെയ്ത് വെക്കുക. 23 ഭാഗം. അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെറിയ ചെറിയ ടോപ്പിക്കുകളുണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ അവിടെയും എന്ത് ചെയ്യും, നമ്മൾ പരിചയപ്പെടുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷിന്റെ 23 ഭാഗങ്ങൾ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്ന ടോപ്പിക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ അക്ബർ സാർ വന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ടോപ്പിക്കുകളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, ഓരോ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തരുന്നതായിരിക്കും. ആ ക്വസ്റ്റ്യൻസിന് നിങ്ങൾ ആദ്യം ആൻസർ ചെയ്യുക. പിന്നീട് ശേഷം സാർ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ നൽകുന്നതായിരിക്കും. നിങ്ങൾക്ക് ചോദ്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ജനറൽ ആയിട്ടുള്ള കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ ചോദിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 മിനിറ്റ് നിങ്ങൾക്കൊരു 6 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ഇതുകൂടി വാട്സപ്പ് ചെയ്ത് തരും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇംഗ്ലീഷിന്റെ ക്ലാസ് 1.5 മണിക്കൂറുള്ള ഇംഗ്ലീഷ് ക്ലാസ് റെഗുലറായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. എന്തെങ്കിലും ചോദിക്കാനുള്ളവരുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മളിലൊക്കെ തന്നെ എന്തുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്, ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കി പറയാം. ഇൻബോൺ ടാലൻസ് ആർ ദർ ഇൻ എവറി മാൻ ഓർ ഇൻ എവറി ചൈൽഡ്. ഓരോ കുട്ടിയിലും അല്ലെങ്കിൽ ഓരോ വ്യക്തിയിലും നമുക്ക് ജന്മസിദ്ധമായിട്ടുള്ള കഴിവുകളുണ്ട്. ആ കഴിവുകളെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിക്കുന്നതിനാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സോക്രട്ടീസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. ഓക്കെ, ഇവിടെ ഇത് മനസ്സിലാക്കുക. ആസ്ക് us to find the flame of knowledge or talent. മനസ്സിലായി? അതാണ് ഇവിടെ ഫ്ലെയിം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിലൊക്കെ ജന്മസിദ്ധമായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന എന്ത് അറിവ്, അതിനിവിടെ അല്പം ആലങ്കാരികമായിട്ട് കൊടുത്തിരിക്കുന്ന എന്താണ്, ഫ്ലെയിം. ആ ഫ്ലെയിമിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കൈകൾ പതുക്കെ അതിനെ എന്ത് ചെയ്യാം, നമ്മൾ ഒരു നെരിപ്പോട് പതുക്കെ ഊതി എന്താക്കി മാറ്റുന്ന പോലെ, വലിയ ഒരു തീജ്വാലയാക്കി മാറ്റുന്ന പോലെ നമ്മളിലുള്ള കഴിവിനെ നമ്മൾ കൈറ്റ് ചെയ്യണം. സോക്രട്ടീസ് അങ്ങനെ പറഞ്ഞിരിക്കുന്നു. അത് ശരിയോ തെറ്റോ എന്നുള്ളതാണ്. ആൻസർ ഫോൾസ്, ട്രൂ, നോട്ട് ഗിവൺ. ദ കറക്റ്റ് ആൻസർ ഈസ് ട്രൂ. ട്രൂ എന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് ശരിയാണ്. പിന്നെ ടീച്ചേഴ്സ് ആകാൻ പോകുന്ന നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Cultivation is integral to education. It's not given in the first or second or third paragraph. Last paragraphile last ലൈനിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. കൾട്ടിവേറ്റ് ചെയ്യാറിയാൽ കൾട്ടിവേഷൻ ശരിക്കും എന്താണ്, ഫാമിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമ്മൾ പതുക്കെ ചെടി നട്ട് അതിനെ വളർത്തിയെടുക്കുന്നതിനാണ് കൾട്ടിവേഷൻ എന്ന് പറയാം. എഡ്യൂക്കേഷനിലും നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികളിലുള്ള കഴിവ് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ടെത്തുന്നു, അവ തിരിച്ചറിയുന്നു, അവയെ കൾട്ടിവേറ്റ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ്, കൾട്ടിവേഷൻ ഈസ് ഇന്റഗ്രൽ. ഇന്റഗ്രൽ മീൻസ് അൺഅവോയ്ഡബിൾ, മാൻഡേറ്ററി, അത്യാവശ്യം ഒഴിച്ചുകൂടാൻ പറ്റാത്തത്. കൾട്ടിവേഷൻ ഈസ് ഇന്റഗ്രൽ ടു എഡ്യൂക്കേഷൻ. ഓപ്ഷൻ നോക്കാം. ഫോൾസ്, ട്രൂ, നോട്ട് ഗിവൺ. ആൻസർ ഈസ് ട്രൂ. നമ്മൾ കുട്ടികളിലുള്ള കഴിവിനെ പതുക്കെ നമ്മൾ എന്ത് ചെയ്യണം, കൾട്ടിവേറ്റ് ചെയ്യണം. കണ്ടെത്തിക്കൊണ്ട് എന്ത് ചെയ്യണം, കൾട്ടിവേറ്റ് ചെയ്യണം. ഓക്കെ, അത് മൂന്നും എല്ലാവർക്കും ശരിയായിട്ടുണ്ടെങ്കിൽ, ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് ശരിയായിട്ടുണ്ടെങ്കിൽ കോംപ്രിഹെൻഷനിൽ നിങ്ങൾ കുറെ അഡ്വാൻസ്ഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പൊ ഈ കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. വെറും ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസറിങ് എന്നുള്ളതല്ല. ചോദ്യങ്ങൾ ചോദിക്കല, ആ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയല്ല. We must scan each line. ഓരോ ലൈനും നമ്മൾ സൂക്ഷ്മമായിട്ട് എന്ത് ചെയ്യണം, പരിശോധിക്കണം. ചിലപ്പോ ഓപ്പോസിറ്റ് ചോദിച്ചേക്കാം, അതല്ലെങ്കിൽ സിനനിംസ്, പര്യായങ്ങൾ ചോദിച്ചേക്കാം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഒരു കട്ടി കൂടിയിരിക്കുന്ന ഒരു പദം നൽകിയതിനു ശേഷം അതിന്റെ മറ്റൊരു മീനിങ് നൽകിക്കൊണ്ട് കിട്ടുന്ന പദം ഏതാണെന്ന് ചോദിച്ചേക്കാം. എല്ലാ മേഖലയും നമ്മൾ എന്ത് ചെയ്തോളാം, നോക്കിക്കൊള്ളാം. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന നെക്സ്റ്റ് വൊക്കാബുലറിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ നോക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ബട്ട് ജെനുവിൻ എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ഇൻസർട്ടിംഗ് ദ സ്റ്റഫിംഗ് ഓഫ് ഇൻഫോർമേഷൻ ഇൻ ടു എ പേഴ്സൺ. വി ഹാവ് ഓൾറെഡി സീൻ ദാറ്റ്. നമ്മൾ കണ്ടു കഴിഞ്ഞു. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് എ സ്റ്റഫിംഗ് പ്രോസസ്. അറിവ് കൊണ്ടുപോയിട്ട് കുട്ടികളിലേക്ക് എന്ത് ചെയ്യുന്നതല്ല, നിറക്കുന്നതല്ല. അങ്ങനെ ഒരു പ്രോസസ് അല്ല. Which among the following is closest in meaning to the italicized word? ഇവിടെ ഇറ്റാലിസൈസ് ചെയ്തിരിക്കുന്നത് നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക, ജെനുവിൻ എന്നുള്ളതാണ്. ഓക്കെ, ജെനുവിൻ.
അപ്പൊ ജെനുവിൻ എന്നുള്ള പദത്തിന് ഏകദേശം അതിനോട് സാമ്യതയുള്ള അർത്ഥം കിട്ടുന്ന പദം ഏത് എന്നുള്ളതാണ്. എ നാച്ചുറൽ, ബി റിയൽ, സി മോഡേൺ, ഡി നൺ ഓഫ് ദിസ്. അപ്പൊ ഏകദേശം ഒരു പദത്തിന് കൃത്യമായിട്ട് മറ്റൊരു പദത്തിന്റെ അർത്ഥം ഇംഗ്ലീഷിൽ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പോ നമുക്ക് ഏകദേശം അർത്ഥം കിട്ടുന്നത് ഓപ്ഷൻ ബി ആണ്, റിയൽ. ഓക്കെ, ജെനുവിൻ മീൻസ് റിയൽ. ഇപ്പൊ ചില കുട്ടികൾ നാച്ചുറൽ എന്ന് എഴുതി തെറ്റിച്ചിരിക്കാം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, തെറ്റണം, തെറ്റില്ലെന്നാണല്ലോ പിന്നീട് ശരി ഉണ്ടാവുക. ഇപ്പൊ ജെനുവിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒതന്റിക്. ഒതന്റിക് മലയാളത്തിൽ നമ്മൾ മൗലികമായ, യഥാർത്ഥത്തിലുള്ള എന്നാണ്. മനസ്സിലായി? യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളിൽ അറിവ് എന്ത് ചെയ്യലല്ല, സ്റ്റഫ് ചെയ്യലല്ല. പക്ഷെ ക്വസ്റ്റ്യൻ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇവിടെ ജെനുവിൻ എന്നുള്ള പദത്തിന് ഏകദേശം അർത്ഥം കിട്ടുന്ന പദം ഏത് എന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദാറ്റ്സ് റിയൽ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് നോക്കാം. സോ മെനി ഓഫ് ദ ഡിസ്കഷൻസ് ആൻഡ് കോൺട്രവേഴ്സീസ്. പല ചർച്ചകളും, പല സംവാദങ്ങളും, പല തർക്കങ്ങളും. കോൺട്രവേഴ്സീസ് എന്ന് പറഞ്ഞാൽ തർക്കങ്ങളാണ്. ഓക്കെ, നോക്കാം. സോ മെനി ഓഫ് ദ ഡിസ്കഷൻസ് ആൻഡ് കോൺട്രവേഴ്സീസ് അബൌട്ട് ദ കൺസെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. വിദ്യാഭ്യാസത്തിന്റെ കൺസെന്റിനെ കുറിച്ച്, അതായത് സത്യയെ കുറിച്ച്. എന്താണ്, വാട്ട് ഈസ് ട്രൂ എഡ്യൂക്കേഷൻ, വാട്ട് ഈസ് ദ കൺസെന്റ് ഓഫ് എഡ്യൂക്കേഷൻ. ഇതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകളും കോൺട്രവേഴ്സികളും എന്ത് ചെയ്യുന്നുണ്ട്, നടക്കുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യനിലേക്ക് വരാം. ആർ ഫ്യൂട്ടൈൽ. അവിടെ ഫ്യൂട്ടൈൽ എന്നുള്ളത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നു. FUTILE. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ ആ പദം ഒന്ന് അണ്ടർലൈൻ ചെയ്യുക, ഫ്യൂട്ടൈൽ, അല്ലെങ്കിൽ ഒന്ന് നോട്ട്ബുക്കിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഗ്രാമർ വർക്ക്ഔട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പൊ ഒരു നോട്ട്ബുക്ക് എന്ത് ചെയ്യാം, തൊട്ടടുത്ത് വെക്കുക. ഭാവിയിൽ ഒരുപാട് ഈ കോഴ്സിൽ നിങ്ങൾ ചേർന്നാലും ഇല്ലെങ്കിലും ഓക്കെ, ഈ പറയുന്ന ക്വസ്റ്റ്യൻസ് അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. എന്തായിരുന്നാലും അത് നോട്ട്ബുക്കിൽ എന്ത് ചെയ്യാം, ഒന്ന് ശ്രദ്ധിച്ച് എഴുതി വെക്കുക. അപ്പൊ ഒരു നോട്ട്ബുക്കോ പേപ്പറോ തൊട്ടടുത്ത് വെക്കുക. ഇവിടെ ഫ്യൂട്ടൈൽ എന്നുള്ളതാണ്. ഇനി ക്വസ്റ്റ്യൻ ശരിക്ക് കോംപ്രിഹെൻഷൻ എന്നുള്ളതാണ് ഈ ടോപ്പിക്കിന്റെ പേര് തന്നെ. സോ യു മസ്റ്റ് കോംപ്രിഹെൻഡ്. നൽകിയിരിക്കുന്ന ഒരു ചെറിയ എന്താണ് എസ്സേ ആണെങ്കിലോ ലേഖനമാണെങ്കിലോ അത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കോംപ്രിഹെൻഡ് ചെയ്തിരിക്കണം. ഓക്കെ, ഇവിടെ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഓപ്പോസിറ്റ് ഇൻ മീനിങ്. അപ്പൊ ഫ്യൂട്ടൈൽ എന്നുള്ളതാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുന്നത്. അതിന് ഓപ്പോസിറ്റ് അർത്ഥം കിട്ടുന്ന പദം എന്ത്, ടു ദ അണ്ടർലൈൻഡ് വേർഡ്. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷമായിരിക്കണം ആൻസർ ചെയ്യേണ്ടത്. ചിലപ്പോൾ ഒരു മാർക്കിന്റെ മുകളിലൊക്കെ ആയിരിക്കും എന്ത് ചെയ്യാം, ഒരു അറ്റംപ്റ്റിൽ പരാജയപ്പെടാം. അപ്പൊ ഇവിടെ ഫ്യൂട്ടൈൽ എന്നുള്ളതിന് ഓപ്പോസിറ്റായി അർത്ഥം കിട്ടുന്ന പദം ഏത് എന്ന് കണ്ടെത്താനാണ് കൊടുത്തിരിക്കുന്നു. നോക്കാം. എ യൂസ്ഫുൾ, ബി ഇഫക്റ്റീവ്, സി യൂസ്ലെസ്, ഡി പോസിറ്റീവ്. ഫ്യൂട്ടൈൽ എന്നുള്ള പദത്തിന് ഇംഗ്ലീഷിൽ അർത്ഥം യൂസ്ലെസ് എന്നാണ്. ഇൻഎഫക്റ്റീവ്, ഫലമില്ലാത്തത്, ഉപയോഗശൂന്യമായിട്ടുള്ളത്. അപ്പൊ യൂസ്ലെസ് എന്നാണ് ഫ്യൂട്ടൈൽ എന്നുള്ള പദത്തിനർത്ഥം. അതിന്റെ ഓപ്പോസിറ്റ് എന്താണ്, യൂസ്ഫുൾ എന്നാണ്. ഓക്കെ, ആ മിക്കവാറും തെറ്റിച്ചു കാണും. അപ്പൊ ശരിക്ക് ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ, യൂസ്ഫുൾ. ഫ്യൂട്ടൈൽ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്, യൂസ്ലെസ്. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് അർത്ഥം നമുക്ക് കിട്ടേണ്ടത് എന്താണ്, യൂസ്ഫുൾ. സോ ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, മേക്കിംഗ് ഇൻഫറൻസസ്. ഇൻഫറൻസസ് എന്ന് പറഞ്ഞാൽ അല്പം ലോജിക്ക്, യുക്തി വെച്ചുകൊണ്ട് അനുമാനങ്ങളിലൂടെ ശരിയായിട്ടുള്ളത് കണ്ടെത്തുക എന്നുള്ളതാണ്. ചിലപ്പം അടുത്തൂടെ ഒക്കെ അങ്ങ് ചേർന്ന് പോകും, പക്ഷെ എന്ത് ചെയ്യും, തെറ്റിപ്പോകും. ഇൻഫറൻസ്, ഇൻഫറൻസ് മീൻസ് അനുമാനം. അനുമാനിക്കൽ അല്പ യുക്തി വെച്ചുകൊണ്ട് നമ്മളിപ്പോ ഇന്ന വഴിക്ക് പോയി കഴിഞ്ഞാൽ ഇന്ന സ്ഥലത്തെത്തും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അനുമാനിക്കുന്നു. ഓക്കെ, അതേ രീതിയിലാണ് ഇൻഫറൻസ്. ചൂസ് ദ ബെസ്റ്റ് ആൻസർ. There are pearls in each of us. നമ്മളിലൊക്കെ തന്നെ പേൾസ്. പേൾസ് ഇന്ത്യൻ എന്താണ്, 9 ജുവൽസിൽ ഒരെണ്ണമാണ് പേൾസ്. നമ്മൾ വൈഡൂര്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നവരത്നങ്ങളുണ്ട്, അതിലൊന്നാണ് പേൾ. ഇവിടെ എന്താണ് ആലങ്കാരികമായിട്ട് കൊടുത്തിരിക്കുന്നു നോക്കാം. There are pearls in each of us. നമ്മളിലൊക്കെ തന്നെ അറിവാകുന്ന ആ രത്നം അടക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു. Just like oysters. Okay, നോക്കാം. Which among the following best expresses the idea of given sentence in the text? അപ്പൊ നമ്മളിലൊക്കെ തന്നെ വൈഡൂര്യം, രത്നം, അമൂല്യമായിട്ടുള്ള അറിവ് ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ താഴെ പറയുന്നതിൽ അതിനോട് യോജിച്ചു വരുന്ന ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം കിട്ടുന്നത് എന്ത് എന്നുള്ളതാണ്. നോക്കാം. A. There are many precious stones like pearls in us. There are many precious stones like pearls in us.
നമ്മളിലൊക്കെ തന്നെ രത്നം, വൈഡൂര്യം പോലെയുള്ള കുറെ എന്താണ് അങ്ങനെയുള്ള മെറ്റൽസ് ഉണ്ട് എന്ന്. ഓക്കെ, ഒന്നത്. ബി, ദർ ഈസ് മച്ച് പൊട്ടൻഷ്യൽ ഇൻ അസ്. നമ്മളിലൊക്കെ തന്നെ ഒരുപാട് പൊട്ടൻഷ്യൽ മീൻസ് കഴിവ്, അറിവ്, അല്ലെങ്കിൽ അറിവ് നേടാനുള്ള ബുദ്ധി, അതൊക്കെയാണ് പൊട്ടൻഷ്യൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പവർ. ഓക്കെ, നമ്മളിലൊക്കെ തന്നെ ഒരുപാട് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തിരിക്കുന്നു, അടങ്ങിയിരിക്കുന്നു. സി, വി ആർ ഓഫൺ അൺഅവെയർ അബൌട്ട് അവർ ഓൺ പൊട്ടൻഷ്യൽ. നമ്മുടെയൊക്കെ കഴിവുകൾ ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യാറില്ല, തിരിച്ചറിയാറില്ല. ചില ആളുടെ കേസിൽ അതാണ്, there will be much potential within him, but he or she is not aware of it. അതിനെക്കുറിച്ച് ചിലപ്പം എന്ത് ബോധവാന്മാരായിക്കൊള്ളണം എന്നില്ല. അപ്പൊ ആരെങ്കിലും അതിന് നേരത്തെ സോക്രട്ടീസ് പറഞ്ഞ പോലെ നമ്മൾ കൈൻഡിൽ ചെയ്യണം. ഓക്കെ, അപ്പൊ അവരത് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ മേഖലയിൽ അവർ എന്ത് ചെയ്യുന്നുള്ളതാണ് അവരുടെ പ്രതിഭ, ജീനിയസ് അവർ തെളിയിക്കും. സോ ദ റൈറ്റ് ആൻസർ ഈസ് നോക്കാം ഡി, ബോത്ത് ബി ആൻഡ് സി. അതാണ് കറക്റ്റ് ആൻസർ. നമ്മളിലൊക്കെ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട്, പല ആളുകളും അതെന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയുന്നില്ല. ആപ്റ്റ് ആൻസർ എന്താണ്, ഡി ആണ്. ദർ ഈസ് മച്ച് പൊട്ടൻഷ്യൽ. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇതും കൂടെ അതിലേക്ക് ആഡ് ചെയ്യാം. നിങ്ങളുടെ ബുദ്ധി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടി അതും കൂടെ ആഡ് ചെയ്യും. ഓക്കെ, ഇതില് എത്ര ആൾക്ക് 6 മാർക്കും ശരിയായിട്ട് കിട്ടിയിട്ടുണ്ട് ഒന്ന് നോക്കൂ. എത്ര പേർക്കുണ്ട്? റെസ്പോണ്ട് ചെയ്തോളൂ. 5ഉം 6ഉം മാർക്ക് കിട്ടിയിരിക്കുന്നവര് ഐ അപ്രീഷിയേറ്റ്. ഓക്കെ, അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഓക്കെ, പക്ഷെ ബാക്കിയുള്ളവർ ഒരു 4 മാർക്ക് തന്നെയെങ്കിലും കിട്ടേണ്ടിയിരുന്നു. അല്പം ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ആർട്ടിക്കിൾ ആയിരുന്നു അത്. എഡ്യൂക്കേഷനെ കുറിച്ച് പ്രശസ്ത ചിന്തകരുടെ ഒക്കെപ്പാട് അഭിപ്രായങ്ങൾ സമാഹരിച്ചുണ്ടാക്കിയ ഒന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ടുള്ള കോംപ്രിഹെൻഷൻ ക്വസ്റ്റ്യൻ ഒന്നും ആയിക്കോളുന്നില്ല. ഞാൻ നിങ്ങളുടെ നിലവാരം ഒന്ന് അളക്കാൻ വേണ്ടി എന്ത് ചെയ്തു എന്നേ ഉള്ളൂ, അല്പം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വേർഡ്സും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് രസം ഉണ്ടാക്കി എന്നുള്ളത് ചെറിയൊരു ആർട്ടുകൾ. അതിൽ 6 ശരിയായെങ്കിൽ ഐ റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. ഓക്കെ, ഇനി നമ്മൾ ബോർഡ് വെച്ചുകൊണ്ട് അതിലും കുറച്ച് എളുപ്പമുള്ള ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഓരോ പാർട്ട് കഴിയുമ്പോഴും നിങ്ങളോട് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് ഇതേ രീതിയിൽ ചോദിക്കും. നിങ്ങളുടെ റെസ്പോൺസ് ഏതൊക്കെ മേഖലയിലാണ് നിങ്ങൾ വീക്ക് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിനും വരുന്ന ഒന്നാണ് ടാഗ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, ടാഗ് ക്വസ്റ്റ്യൻസിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നൽകിയിരിക്കുന്ന ഓപ്ഷൻ കൊടുത്തിട്ടില്ലേ? ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, ഐ ആം ലേറ്റ്. ഓപ്ഷൻസ് am and I, is and I, are and I, was and I. കറക്റ്റ് ആൻസർ നിങ്ങൾ ഇപ്പൊ തന്നെ ടിക്ക് ചെയ്തോളൂ. ഇത് കഴിയട്ടെ, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, പെട്ടെന്ന് ടിക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ 2, ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ. നമുക്കൊരു കപ്പ് കാപ്പി കഴിക്കാം. ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഹാവ് വി, ഷാൽ വി, ഹാവന്റ് വി, ഹാവ് അസ്. ഓപ്ഷൻ കറക്റ്റ് ചെയ്തോളൂ. ഉത്തരം ഏതാണോ നിങ്ങൾ 2 എന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യാം, കൊടുത്താൽ മതി. Question 3, he won't mind if I go early. He won't mind if I go early. Shall he? B, will he? C, doesn't he? D, none of this. Question 4, we have completed the work. Okay, option A, didn't we? Option B, hasn't we? Option C, haven't we? D, don't we? Okay, question 5, listen. Option A, can you? B, will you? C, are you? D, aren't you? Okay, question 6, John loves ice cream. John loves ice cream. Didn't he? B, doesn't he? C, does he? D, did he? Okay, next question, he has not arrived. He has not arrived. Option A, have he? B, hasn't he? C, has he? D, is he? Okay, question 8, everybody is asleep. Everybody is asleep. Option A, isn't everybody? Option B, is everybody? C, aren't they? D, none of these. Okay, question 9, he came yesterday. Option A, doesn't he? B, don't he? C, didn't he? D, did he? Okay, last question, one must do one's duty.
One must do one's duty. Option A, mustn't you? B, must you? C, don't you? D, mustn't one. ഒരു 2 മിനിറ്റ് സമയം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്യാണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക, തെറ്റിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് ഇതിന്റെ എന്താണ് ഇവാലുവേഷൻ നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അടുത്ത സെക്ഷനിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ 2 മിനിറ്റ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയിട്ട് വീണ്ടും തെറ്റിയിട്ടുണ്ടെങ്കിൽ മാറ്റി അടയാളപ്പെടുത്തേണ്ടിട്ടുണ്ടെങ്കിൽ മാറ്റി അടയാളപ്പെടുത്താം. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടോ? എല്ലാവർക്കും കിട്ടിയിട്ടില്ലേ? ഇല്ല സാറേ, കിട്ടി. ക്വസ്റ്റ്യൻസ് ഓക്കെ കിട്ടിയിട്ടില്ല എങ്കിൽ ഉടൻ പറയട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ വെച്ചത് ആ കൃത്യ സമയത്തിനുള്ളിൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ വേണ്ടിയാണ് കുറഞ്ഞ സമയം നൽകിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് 10-15 മിനിറ്റ് സമയം എടുക്കുകയാണെങ്കിൽ എന്തായിരിക്കും, നിങ്ങൾക്ക് എല്ലാവരും ചിലപ്പോൾ ആലോചിച്ചൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് വരും. പക്ഷെ പെട്ടെന്ന് ഉത്തരം കണ്ടെത്താൻ പറ്റണം. ഇപ്പൊ എല്ലാവർക്കും ക്വസ്റ്റ്യൻ കിട്ടിയില്ല, ഇനി ആർക്കെങ്കിലും കിട്ടാണ്ടെങ്കിൽ പറയാം. ഇത് നിങ്ങൾ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന പോലെ എന്ത് ചെയ്താൽ മതി, കരുതിയാൽ മതി. ഓക്കെ, നിങ്ങളിപ്പോ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇരിക്കും, ലൈവ് ക്ലാസ് അല്ലേ, എന്ത് സംശയം ഉണ്ടെങ്കിലും ബാക്കി എന്ത് കാര്യങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഞങ്ങൾ ഉത്തരവും പറയും. നമ്മുടെ റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോൾ നമ്മൾ റേഡിയോയിലൂടെ കേൾക്കുന്ന രീതിയിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുകയുള്ളൂ. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സെഷൻ വെച്ചിരിക്കുന്നത്, ലൈവ് സെഷൻ വെച്ചിരിക്കുന്നത് തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ടിക്ക് ചെയ്ത് പോയിക്കോളും. നിങ്ങൾ അത്യാവശ്യം PSCക്കൊക്കെ പഠിക്കുന്ന ആളുകളാണ്, മറ്റ് കോച്ചിങ്ങിനോ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ പോയിട്ടുണ്ടായിരിക്കും. ഇംഗ്ലീഷ് ഈ ക്വസ്റ്റ്യൻസ് എല്ലാ മത്സര പരീക്ഷകൾക്കും വരുന്നതാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മളൊരു 1.5 മണിക്കൂറാണ് മാക്സിമം കണ്ടിരിക്കുന്നത്. ആ 1.5 മണിക്കൂറിനുള്ളിൽ ഒരു 4-5 ടോപ്പിക് എന്ത് ചെയ്യണം, നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് സമയം വളരെ പരിമിതം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് പതുക്കെ കാര്യങ്ങളൊക്കെ അടിച്ച് പരത്തി മനസ്സിലാക്കി തന്ന് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ എന്ത് ചെയ്യും, പാസ്സാക്കി എടുക്കും. ഇനി നമുക്ക് പതുക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ചോദ്യം ചോദിക്കുമ്പോൾ എത്രണ്ണം ശരിയായി എന്ന് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ഒന്ന് ഐ ആം ലേറ്റ് എന്നുള്ളതാണ്. ശരിക്കും ശ്രദ്ധിക്കാം, ഐ ആം ലേറ്റ്. ഫസ്റ്റ് ടാഗ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറയുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡന്റിഫൈ വെദർ ദ ഗിവൺ സ്റ്റേറ്റ്മെന്റ് ഈസ് അഫർമേറ്റീവ്, പോസിറ്റീവ് ഓർ നെഗറ്റീവ്. തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്കറിയാം, മിക്കവാറും കേസിൽ നോട്ട് അല്ലെങ്കിൽ ഇഞ്ച്, നോട്ട് കണ്ടു കഴിഞ്ഞാൽ ഇഞ്ച് കണ്ടു കഴിഞ്ഞാൽ അത് നെഗറ്റീവ് എലമെന്റ് ആണ്, പർട്ടിക്കുലർ. പിന്നെ റെയർലി, സ്കേഴ്സ്ലി, ഹാഡ്ലി, സെൽഡം, ലിറ്റിൽ ഫ്യൂ, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ വീണ്ടും എന്ത് ചെയ്യും, ആവർത്തിക്കും. ഓക്കെ, ഇപ്പൊ ഒന്ന് സൂചിപ്പിച്ച് പോകുന്നേ ഉള്ളൂ. ഇവിടെ നെഗറ്റീവ് പർട്ടിക്കിൾ ഒന്നുമില്ല. അതുകൊണ്ട് സ്റ്റേറ്റ്മെന്റ് അഫർമേറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. അതുകൊണ്ട് ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. ഓക്കെ, മിക്കവാറും കുട്ടികൾ ഓക്സിലറി ഈസ് ഡയറക്ട്ലി ഗിവൺ, ദാറ്റ് ഈസ് ആം. ആമിന്റെ ഐ എന്നായിരിക്കും എല്ലാവരും എഴുതി വെക്കുക. ഓക്കെ, എല്ലാവരും അങ്ങനെ എഴുതി വെച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ ഉത്തരം തെറ്റാണ്. ഓക്കെ, കറക്റ്റ് ആൻസർ ആം വരുന്ന അവസരത്തിൽ ശരിക്കും ശ്രദ്ധിക്കാം. ഐ ആം ലേറ്റ് എന്നുള്ളത് ആം എന്നുള്ള പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണെങ്കിൽ അതിന്റെ ടാഗ് എടുക്കേണ്ടത് എപ്പോഴും ആറിന്റെ ഐ എന്നാണ്. ഓക്കെ, ആറിന്റെ ഐ, ദാറ്റ് ഇസ് ദ കറക്റ്റ് ആൻസർ. ആറിന്റെ ഐ, ഒരിക്കലും ആമിന്റെ ഐ അല്ല. പക്ഷേ ശ്രദ്ധിക്കണം, ഐ ആം നോട്ട് ലേറ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആവുമ്പോൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്, ആം ഐ തന്നെയാണ് എടുക്കേണ്ടത്. ഓക്കെ, നെഗറ്റീവ് ആവുമ്പോൾ എപ്പോഴും എന്താണ്, ആം ഐ തന്നെയാണ്. ഐ ആം എന്ന് നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ എപ്പോഴും ആറിന്റെ ഐ എന്നായിരിക്കും. അങ്ങനെ വരുന്ന എപ്പോഴും ശ്രദ്ധിക്കാം. ഐ ആം ലേറ്റ് അല്ലെങ്കിൽ ഐ ആം ബിസി. ഓക്കെ, ആറിഞ്ച് ഐ. പക്ഷെ അടുത്ത പറയുന്നത് ശ്രദ്ധിക്കാം, ഐ ആം നോട്ട് ലേറ്റ്, ഐ ആം നോട്ട് ബിസി, ഐ ആം ഐ. അത് ഇംഗ്ലീഷിലെ ഒരു വൈരുദ്ധ്യമാണ്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്, ആറിഞ്ച് ഐ. ഓപ്ഷൻ ഏതാണ്, സി ആണ്. ഓക്കെ, ഇനി ശരിക്കും എഴുതി വെക്കാം. എത്ര കിട്ടി എന്നുള്ളത് നമുക്ക് ലാസ്റ്റ് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ. അത് ഞാൻ ഇവിടെ സെലക്ട് ചെയ്തിരിക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചോളൂ. ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ. മൊത്തം എഴുതുന്നില്ല, ശ്രദ്ധിച്ചോളൂ. ലെറ്റ് അപ്പോസ്ട്രോഫ് ഇവിടെ വരുമ്പോൾ ലെറ്റ് അസ് എന്നുള്ള, ലെറ്റ് അസ്. വി എന്നുള്ളതിന്റെ ഒബ്ജക്റ്റീവ് ഫോമാണ് അസ് എന്നുള്ളത്.
ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ. ഇവിടെ ഹാവ് എന്ന് നൽകിയിരിക്കുന്ന വെറുതെ നൽകിയിരിക്കുന്നതല്ല. ഉടൻ നിങ്ങൾ മനസ്സിലാക്കും അതിന് ടാഗ് ക്വസ്റ്റ്യൻ എന്താണ്? ഹാവൻ ടു ബി. എന്താണ്? ഹാവൻ ടു ബി. പക്ഷെ ഉത്തരം തെറ്റാണ്, ശരിയല്ല, ഹാവിന്റെ അല്ല. ഇവിടെ ഒരിക്കലും ഹാവ് ആണ് ഓക്സിലറി എന്ന് എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. ടാഗ് ക്വസ്റ്റ്യനിൽ ഒരു സെന്റൻസ് തുടങ്ങുന്നത് ലെറ്റസ് വെച്ചുകൊണ്ടാണെങ്കിൽ, ലെറ്റസ് എന്നുള്ളതിന്റെ ചുരുക്കരൂപമാണ്, അത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ അസ് എന്നുള്ളതാണ്. ലെറ്റ്സ്. ഓക്കെ, ലെറ്റ്സ് ഹാവ് എ കപ്പ് ഓഫ് ടീ, ലെറ്റ്സ് ഗോ ഔട്ട്, ലെറ്റ്സ് പ്ലേ ക്രിക്കറ്റ്. ഓക്കെ, ഇങ്ങനെ ലെറ്റസ് വെച്ച് തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം ചെയ്യേണ്ട ടാഗ് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവോ നെഗറ്റീവോ എന്ന് നോക്കണം. പക്ഷെ ലെറ്റസിന്റെ കേസിൽ ആ ഡിസ്ക്രിമിനേഷൻ ആവശ്യമില്ല. ഒരു സെന്റൻസ് തുടങ്ങുന്നത് ലെറ്റസ് വെച്ചുകൊണ്ടാണെങ്കിൽ അത് നെഗറ്റീവോ പോസിറ്റീവോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട. അതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ എപ്പോഴും ഷാൾ വി എന്നായിരിക്കും. ഓർമ്മിക്കാം, ലെറ്റസ് വെച്ച് തുടങ്ങുന്നതിന്റെ ടാഗ് ക്വസ്റ്റ്യൻ എപ്പോഴും എന്തായിരിക്കും? ഷാൾ വി എന്നായിരിക്കും. വി എവിടെ നിന്നാണ് കിട്ടിയത്? അസ് എന്നുള്ളതിന്റെ നോമിനേറ്റീവ് അല്ലെങ്കിൽ സബ്ജക്റ്റീവ് ഫോമാണ് വി, ഷാൾ വി. അപ്പൊ എപ്പോഴും ശ്രദ്ധിച്ചാൽ മതി, ലെറ്റസ് വെച്ച് തുടങ്ങുന്ന ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ടാഗ് ക്വസ്റ്റ്യൻ എപ്പോഴും എന്തായിരിക്കും? ഷാൾ വി എന്നായിരിക്കും. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. He won't mind if I go early. He won't mind. ശരിക്കും ശ്രദ്ധിക്കുക, won't എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക ക്വസ്റ്റ്യൻ. He won't mind if I go early. ഞാൻ നേരത്തെ പോവുകയാണെങ്കിൽ അവൻ അത് പ്രശ്നമല്ല. എങ്ങനെയാ നമുക്ക് won't കിട്ടിയിരിക്കുന്നത്? will plus not, that is want. ഓക്കെ, will plus not ആണ് want എന്ന് പറയാം. shall plus not അതും കൂടെ ശ്രദ്ധിക്കുക, shan't ആണ്. ഓക്കെ, shall plus not എന്താണ്? shan't ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക. പക്ഷെ should plus not shouldn't ആണ്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, would plus not എന്താണ്? wouldn't ആണ്. പക്ഷെ ഷാൾ പ്ലസ് വിൽ പ്ലസ് നോട്ട് എപ്പോഴും വോണ്ട് ആയിരിക്കും. ഷാൾ പ്ലസ് നോട്ട് എപ്പോഴും എന്തായിരിക്കും? ഷാണ്ട് ആയിരിക്കും. നോട്ട്ബുക്കിൽ കുറിച്ചിടാം. വിൽ പ്ലസ് നോട്ട് എന്താണ്? വോണ്ട്. ഷാൾ പ്ലസ് നോട്ട് എന്താണ്? ഷാണ്ട്. അപ്പൊ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിങ്ങൾക്കറിയാലോ, നെഗറ്റീവ് ആണ്. ഹി വോണ്ട് മൈൻഡ് ഇഫ് ഐ ഗോ ഏർലി. അതുകൊണ്ട് എന്തായിരിക്കും? വോണ്ടിൽ നിന്നുള്ള നെഗറ്റീവ് എലമെന്റ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിൽ കിട്ടും. കറക്റ്റ് എന്താണ്? വിൽ ഹി. വിൽ ഹി എന്നാണ് എന്ത്? കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ വിൽ ഹി ഓപ്ഷൻ വന്നിരിക്കുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കറക്റ്റ് ചെയ്യാം. പറഞ്ഞതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന തീരെ എപ്പോഴും ശ്രദ്ധിക്കുക. വിൽ പ്ലസ് നോട്ട് എന്താണ്? വോണ്ട്. വോണ്ടിൽ നിന്ന് നോട്ട് എലമെന്റ്, കാരണം ടാഗ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കും. അപ്പൊ വോണ്ടിൽ നിന്നുള്ള നെഗറ്റീവ് എലമെന്റ് നോട്ട് ഒഴിവായി കഴിഞ്ഞാൽ നമുക്ക് ശേഷിക്കുക എന്താണ്? വിൽ. സബ്ജക്ട് എന്താണ്? ഹി. വിൽ ഹി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ഒരു ചെറിയ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ലിസൺ, അത്ര മാത്രമേ നൽകിയിട്ടുള്ളൂ. ലിസൺ. ക്ലാസ്സിൽ കയറി കഴിഞ്ഞാൽ എല്ലാവരും പറയുന്ന ഒരു പദമാണ് ലിസൺ. ഓക്കെ, കം, ഗെറ്റ് ഔട്ട്, ഈറ്റ് യുവർ ഫുഡ്. ഇത് ഇംപാരറ്റീവ്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇംപാരറ്റീവ്സ് എന്ന് പറഞ്ഞാൽ either command or request or prayer. Prayer എന്ന് പറയുമ്പോൾ സാധാരണ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പ്രാർത്ഥനയല്ല. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരു നല്ല വഴിക്ക് ഒരാൾ ഇറങ്ങി പോകുന്നതാണ്, അപ്പൊ നിങ്ങൾ അവരെ വിഷ് ചെയ്യാറുണ്ട്. ഹാവ് എ നൈസ് ഡേ, ഗോഡ് ബ്ലെസ് യു, മേ യു ലോങ് ലിവ്. നീ ഒരുപാട് കാലം ജീവിക്കട്ടെ, ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ, നിന്റെ ഇന്നത്തെ ദിനം ശുഭമായിരിക്കട്ടെ. ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് എന്താണ്? ഹാവ് എ നൈസ് ഡേ, മേ ഗോഡ് ബ്ലെസ് യു, മേ ഫോർച്യൂൺ സ്മൈൽ അപ്പോൺ യു, മേ യു ലിവ് ലോങ്. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ വിഷ് ചെയ്യുക, അതിനാണ് പ്രെയർ എന്ന് പറയുന്നത്, അല്ല പള്ളി പോയി പ്രാർത്ഥിക്കുന്നതല്ല. അപ്പൊ ഇംപെരറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ കമാൻഡ് അല്ലെങ്കിൽ റിക്വസ്റ്റ്, അതുമല്ലെങ്കിൽ പ്രെയർ. ഇവിടെ നോക്കാണ്, ലിസൺ ഇംപെരറ്റീവ് ആണ്, കേൾക്കൂ. ഇംപെരറ്റീവ് സെന്റൻസിൽ ഒരിക്കലും സബ്ജക്ട് നൽകില്ല. സബ്ജക്ട് എന്താണ്? യു ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ് കം ഹിയർ, അതിനർത്ഥം എന്താണ്? യു കം ഹിയർ. ഗെറ്റ് ഔട്ട്, യു ഗെറ്റ് ഔട്ട്. eat your food, you eat your food. ഓക്കെ, അപ്പൊ അതിലെ സബ്ജക്ട് എന്താണ്? യു ആണ്. അത് അണ്ടർസ്റ്റുഡ് ആണ്. അപ്പൊ ഇംപെരറ്റീവ് സെന്റൻസ് നമ്മ ഒന്നുകിൽ ഓർഡർ, കമാൻഡ്, അതല്ല എങ്കിൽ റിക്വസ്റ്റ്, അതല്ല എങ്കിൽ പ്രെയർ. ഇംപെരറ്റീവ്സിന്റെ ടാഗ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വിൽ യു എന്നായിരിക്കും. എപ്പോഴും ശ്രദ്ധിക്കുക. ഓപ്ഷൻ ഏതാ അതിന് നൽകിയിരിക്കുന്നു?
ഇംപാരറ്റീവ്സിന്റെ ടാഗ് ക്വസ്റ്റ്യൻ, അതായത് ആജ്ഞ അപേക്ഷ രൂപത്തിലുള്ള, പിന്നെ അതിൽ ചെറിയ ട്വിസ്റ്റ് ഒക്കെ വരും. അത് നമ്മൾ ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും, വ്യക്തമാക്കി തരും. ഹിയർ കറക്റ്റ് ആൻസർ ഏതാ നോക്കിയിരിക്കും, നോക്കാം. വിൽ യു എന്നുള്ള ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, അടുത്ത നോക്കാം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. ജോൺ ലവ്സ് ഐസ്ക്രീം. ഇവിടെ ഫസ്റ്റ് കേസിൽ ഞാൻ പറഞ്ഞിരുന്നു സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവോ പോസിറ്റീവോ എന്ന് തിരിച്ചറിയണമെന്ന്. ചെറിയ പ്രശ്നം വന്നിരിക്കുന്നു. ഓക്സിലറി ഈസ് നോട്ട് ഡയറക്ട്ലി ഗിവൺ. ഓക്സിലറി എന്ത് ചെയ്തിട്ടില്ല, നേരിട്ട് നൽകിയിട്ടില്ല. ഓക്സിലറി എന്ന് പറഞ്ഞാൽ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ, ഷാളോ, ഷുഡോ, വില്ലോ, വുഡോ, കേനോ ഒന്നും നേരിട്ട് നൽകിയിട്ടില്ല. അപ്പൊ ഓക്സിലറി നേരിട്ട് നൽകാതിരിക്കുന്നത് 3 കേസിലാണ്. ശരിക്കും ശ്രദ്ധിക്കാം. ഒന്ന് സിമ്പിൾ പ്രസന്റ്. സിമ്പിൾ പ്രസന്റിന്റെ രൂപം ലവ് അല്ലെങ്കിൽ ലവ്സ് ആണ്. പിന്നെ ലവ്ഡ് ആണ്, സിമ്പിൾ പാസ്റ്റ്. ഓക്കെ, ലവ്, ലവ്സ്, ലവ്ഡ്. ഇവിടെ നൽകിയിരിക്കുന്നത് ലവ്സ് ആണ്. അങ്ങനെ ഇത് ലവ് അല്ലെങ്കിൽ ലവ്സ് എന്നുള്ള സിമ്പിൾ പ്രസന്റ് ആണ്, ലവ്ഡ് എന്നുള്ള സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഓക്സിലറി കണ്ടെത്തേണ്ടി വരും. ഓക്കെ, ലവ് എന്നുള്ള ഇംഗ്ലീഷിലെ V1, അതായത് ഒരു ക്രിയയുടെ ബേസ് ഫോമിൽ എപ്പോഴും അടങ്ങിയിരിക്കുക എന്തായിരിക്കും, ഡു ആയിരിക്കും. ഓക്കെ, ക്രിയയുടെ ബേസ് ഫോമിൽ എന്താണ്, ഡു ആണ്. റൈറ്റ്, ഡു റൈറ്റ്. ഈറ്റ്, ഡു ഈറ്റ്. പ്ലേ, ഡു പ്ലേ. അവിടെ നോക്കാം, ലവ്സ് ക്രിയന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ അതെപ്പോഴും എന്തിനെ കാണിക്കുന്നു, ഡസ്. ഓക്കെ, ഇവിടെ അതാണ് നൽകിയിരിക്കുന്നത്. ജോൺ ലവ്സ് ഐസ്ക്രീം. ഞാൻ ക്രിയന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ പറഞ്ഞിട്ടുള്ളൂ. ക്രിയന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ, നൗണിന്റെ കൂടെ എസ് എന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് സിംഗുലർ പ്ലൂറലാകാം, നമ്മൾ അങ്ങോട്ട് പോണ്ട. ഓക്കെ, ക്രിയന്റെ കൂടെ എസ് ഉണ്ട് എങ്കിൽ അത് ഡസ് ആണ്. ക്രിയന്റെ കൂടെ ED ഉണ്ടെങ്കിൽ അത് എന്താണ്, ഡിഡ് ആണ്. അപ്പൊ നമ്മൾ ഇവിടെ ഓക്സിലറി കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ ഓക്സിലറി എന്താണെന്നാ പറഞ്ഞിരിക്കുന്നത്, ലവ്സ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. ലവ്സ് ആയതുകൊണ്ട് ലവ്സിൽ നിന്നും ഡസ് പുറത്തെടുക്കുക. സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് ഡസന്റ് എന്തായിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. ഇവിടെ പ്രോപ്പർ നൗൺ ജോൺ ആണ് നൽകിയിരിക്കുന്നത്. ജോൺ എന്നുള്ളത് എല്ലാ പ്രോപ്പർ നൗണിനെയും ടാഗ് ക്വസ്റ്റ്യനിൽ എന്താക്കി മാറ്റിക്കൊള്ളണം, പ്രൊനൗൺ ആക്കി മാറ്റിക്കൊള്ളണം. ഹി, രാജു, ജോണോ, ഫാദറോ ഒക്കെ വരികയാണെങ്കിൽ ഹി, മദറോ, റാണിയോ ഒക്കെ വരികയാണെങ്കിൽ ഷീ, ബഹുവചനം ബോയ്സോ ഗേൾസോ വരികയാണെങ്കിൽ ദേ ആക്കി മാറ്റാം. അപ്പൊ ഇവിടെ കറക്റ്റ് ആൻസർ എന്താണ്, ഡസന്റ് ഹി. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ഡസന്റ് ഹി. കറക്റ്റ് കിട്ടിയവര് അവിടെ തന്നെ നോട്ട് ചെയ്തിട്ട് അടയാളപ്പെടുത്തിയത്. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടില്ല. വി ഹാവ് കംപ്ലീറ്റഡ്. ഓക്കെ, വിട്ടുവരുന്നത് ഞാൻ മൊബൈൽ നോക്കുമ്പോൾ വിട്ടു പോകുന്നതാണ്. ഓക്കെ, ശ്രദ്ധിക്കാം. നാലാമത്തെ പറയാം, വി ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഓക്കെ, വി ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഞങ്ങൾ ജോലി പൂർത്തിയാക്കി. യു നോ വെൽ ദാറ്റ് ദ സ്റ്റേറ്റ്മെന്റ് ഈസ് പോസിറ്റീവ്. ഓക്സിലറി ഡയറക്റ്റ് ആയിട്ട് നൽകിയിരിക്കുന്നു ഹാവ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആണ്. ഹാവൻറ്റ് വി, ഹാവൻറ്റ് വി ഏതിലാണ് നൽകിയിരിക്കുന്നത് നോക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ഓക്കെ, ഓപ്ഷൻ സി ആണ്. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല. വി ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഹാവ് കംപ്ലീറ്റഡ്, ഹാവ് V3 വന്നിരിക്കുന്നു. ഓക്സിലറി ഹാവ് ആണ്. നെഗറ്റീവ് ടാഗ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യുമ്പോൾ ഹാവൻറ്റ്, ഹാവൻറ്റ്. ഓക്കെ, പിന്നെ പറയേണ്ടതില്ലല്ലോ, വളരെ സിമ്പിൾ അല്ലേ. പക്ഷെ അടുത്ത അത്ര നോക്കാം. അടുത്തവും അത് പ്രസന്റ് പെർഫെക്റ്റ് ആയിട്ട് ബന്ധപ്പെട്ടാണ്. ഹി ഹാസ് നോട്ട് അറൈവ്ഡ്. സോ സ്റ്റേറ്റ്മെന്റ് ഈസ് നെഗറ്റീവ്. ഓക്കെ, ഹി ഹാസ് നോട്ട് അറൈവ്ഡ്. അവൻ വന്ന് ചേർന്നിട്ടില്ല. സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് എന്തായിരിക്കണം, പോസിറ്റീവ് ആയിരിക്കണം. ഹി പ്രനൗൺ തന്നെയാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ്, ഹാസ് ഹി. ഏതാ ഓപ്ഷൻ നൽകിയിരിക്കുന്നു നോക്കാം, ഹാസ് ഹി. ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ, ഹാസ് ഹി. അവിടെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സെഷൻ കഴിയുമ്പോൾ ഇപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ, ഇപ്പം എന്ത് ചെയ്യുമ്പോൾ ഇനി നിങ്ങൾ ഇടപെടുന്ന അവസരത്തിൽ നമ്മൾ ആ ഫ്ലോ നഷ്ടപ്പെടും. ഓക്കെ, സംശയം ഉണ്ടെങ്കിൽ ഈ ടാഗ് ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. എവരിബഡി ഈസ് അസ്ലീപ്. അവിടെ ശരിക്കും കോംപ്ലിക്കേഷൻ ഉണ്ട്, പ്രശ്നമുണ്ട്. എവരിബഡി ഈസ് അസ്ലീപ്, അത് ശരിക്കും ശ്രദ്ധിക്കാം. തെറ്റിക്ക് മിക്കവാറും തെറ്റിച്ചു കാണും. അല്ലെ, ആര് ശരിയായി ഈ ക്വസ്റ്റ്യനിൽ പ്രത്യേകം എന്ത് ചെയ്യാം, ശ്രദ്ധിക്കാം. എവരിബഡി ഈസ് അസ്ലീപ്, എല്ലാവരും ഉറക്കത്തിലാണ്. ഇവിടെ എവരിബഡിയാണ് സബ്ജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് എവരിബഡി എന്നുള്ള ഇംഗ്ലീഷിൽ ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് ആണ്.
somebody, nobody, everybody, no one, anybody, indefinite pronouns ആണ്. ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനിറ്റ് രാജു എന്ന് പറഞ്ഞാൽ ഡെഫിനിറ്റ് ആണ്. എവരിബഡി എന്ന് പറയുമ്പോൾ ഇൻഡെഫിനിറ്റ് എന്ന് പറയാൻ കാരണം ആരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോ ഇത്തരം ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ്, അതായത് നോബഡി, സംബഡി, എനിബഡി, എവരിബഡി, നൺ, നോ വൺ എന്നുള്ളതൊക്കെ തന്നെ ടാഗ് ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ അവയെ ദേ ആക്കി മാറ്റിക്കൊള്ളണം. എന്താക്കി മാറ്റിക്കൊള്ളണം? ദേ ആക്കി മാറ്റിക്കൊള്ളണം. പിന്നെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. അവിടെ നിൽക്കട്ടെ. എവരിബഡി ഈസ് അസ്ലീപ്. സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, അപ്പൊ ടാഗ് നെഗറ്റീവ് ആണ്. ഓക്കെ, വീണ്ടും പ്രശ്നം വരും. ഈസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്, പക്ഷെ ടാഗിൽ നമുക്ക് വരേണ്ടത് എന്താണ്? ദേ ആണ്. ഓക്കെ, ഈസിന്റെ ദേ എന്ന് പറയുമ്പോൾ തെറ്റും. വൈ? ഈസ് എന്നുള്ള സിംഗുലർ സബ്ജക്റ്റിനെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്, ദേ എന്നുള്ള പ്ലൂറലാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ ആൻസർ തെറ്റാണ്. പകരം എന്താണ് ഇതിൽ ദേ ആയിട്ട് വരുമ്പോൾ ഈസിന് പകരം പ്ലൂറൽ ആയിട്ട് വരുന്ന ആറാണ്. അപ്പൊ ശരിക്കും എന്താ ഉപയോഗിക്കേണ്ടത്? ആറിൻറ്റ് ദേ ഈസ് ദ റൈറ്റ് ആൻസർ. എവിടുന്ന ആറ് കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എവരിബഡി എന്നുള്ള സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോൾ സിംഗുലർ ആണ്. ഓക്കെ, ഏകവചനാണ്. സബ്ജക്ട് വെർബ് എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺകോഡ് എന്നുള്ള ഒരു ടോപ്പിക് ഞാൻ വൃത്തിയായിട്ട് നിങ്ങളെ പഠിപ്പിക്കും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്ന ഒന്നാണ് സബ്ജക്ട് വെർബ് എഗ്രിമെന്റ്. ഇംഗ്ലീഷിൽ ക്രിയ എപ്പോഴും കർത്താവിനനുസരിച്ച് പോകണം. കർത്താവ് ഏകവചനാണെങ്കിൽ ക്രിയയും ഏകവചനത്തിലായിരിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എനിബഡി, എവരിബഡി, നോ വൺ എന്നുള്ള സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോൾ എന്താണ്? അത് ലിസ്റ്റ് എഴുതി തന്നെ നിങ്ങൾ പഠിപ്പിക്കും. സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരുമ്പോൾ അവ ഏകവചനാണ്, അതുകൊണ്ട് ഈസോ. പക്ഷേ ടാഗ് ക്വസ്റ്റ്യനിലേക്ക് അവ ദേ ആയിട്ട് മാറുമ്പോൾ ഈസിന് പകരം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ ആറാണ് ഉപയോഗിക്കുക. ആറിൻറ്റ് ദേ. ഓക്കെ, ആറിൻറ്റ് ദേ. സംശയം ഉണ്ടെങ്കിൽ പിന്നീട് ചോദിച്ചോളൂ. ആറിൻറ്റ് ദേ ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാണ് ഓപ്ഷൻ എന്ന് കണ്ടെത്തി ടിക്ക് ചെയ്യാം. ആറിൻറ്റ് ദേ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അടുത്ത് എത്ര നമ്മൾ സോൾവ് ചെയ്തു? 9. He came yesterday. അടുത്ത ശ്രദ്ധിക്കാം. He came yesterday. ഇവിടെയും പ്രശ്നം വരുന്നുണ്ട്. ഈ പ്രശ്നം വരുന്ന ഇത്തരം സെന്റൻസ് സെലക്ട് ചെയ്യാൻ കാരണം എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അതിനെ കുറിച്ച് ഒരു അവബോധം, ഒരു അവയർനെസ് കിട്ടണം. ഇവിടെ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്, നോ ഡൗട്ട് ഫോർ ദാറ്റ്. ഒരു സംശയമില്ല. കാരണം നോട്ട് എലമെന്റോ ഹാർഡിലിയോ സ്കേഴ്സിലിയോ സെൽഡമോ നെവറോ റെയർലിയോ ഫിയോ ലിറ്റിലോ ഒന്നുമില്ല. ഈ കെയിം യെസ്റ്റർഡേ, അവൻ ഇന്നലെ വന്നു. നെക്സ്റ്റ് പ്രോബ്ലം വിച്ച് ഇസ് ദ ഓക്സിലറി എന്നുള്ള. കാരണം നമുക്ക് ടാഗ് ക്വസ്റ്റ്യൻ ഫോം ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഓക്സിലറി വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? മെയിൻ വേർബിനെ പിടിക്കണം. ഇത് കം ആയിരുന്നു എങ്കിൽ ഡു ആണ്, കംസ് ആയിരുന്നു എങ്കിൽ ഡസ് ആണ്. കെയിം എന്നുള്ള കം കംസ് എന്നുള്ളതിന്റെ സിമ്പിൾ പാസ്റ്റ് ആണ് കെയിം. അതായത് പ്ലേ എന്നുള്ളതിന്റെ കൂടെ ഡിഡ് കൂടി ചേരുമ്പോൾ നമുക്ക് കിട്ടുക പ്ലേഡ് ആണ്. പക്ഷെ കം എന്നുള്ളതിന്റെ അത് നിങ്ങൾക്ക് ഒരു ജനറൽ ക്വസ്റ്റ്യനിൽ വരും. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മോർഫോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ വരും. ഓക്കെ, ഇപ്പൊ ഞാൻ കാർഡ് കയറുന്നില്ല, മനസ്സിലായോ? അപ്പൊ കമ്പഡ് എന്നൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോർഫോളജിയുമായിട്ട് കുട്ടിക്ക് ഒരു തെറ്റിദ്ധാരണയാണ്. കുട്ടി എന്താണ് ആ ടീച്ചിങ്ങിൽ പ്രത്യേകം ചോദിക്കും. കുട്ടി കരുതി വെച്ചിരിക്കുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഫോം ചെയ്യാന്നുള്ള എല്ലാ ക്രിയന്റെ കൂടെ ഈടി കൂട്ടിച്ചേർത്തോണ്ടാണ്. വാക്ക്, വാക്ക്ഡ്, ലവ്, ലവ്ഡ്, പ്ലേ, പ്ലേഡ് എന്നുള്ളതാണ്. അപ്പൊ കുട്ടി സ്വാഭാവികമായിട്ട് മനസ്സിലാക്കുക ചെറിയ ക്ലാസ്സിൽ കമ്മിന്റെ പാസ്റ്റ് എന്താണ്? കമ്മഡ് ആണ്. മനസ്സിലായില്ലേ? അത് മോർഫോളജിയുമായിട്ട് ബന്ധപ്പെട്ട മിസ്റ്റേക്ക് ആണ്. അപ്പൊ ചില ഇറഗുലർ വർബ്സ് വരുമ്പോ അവ എന്താണ്? വവലിന് മാറ്റം. കം, കെയിം, ഈറ്റ്, എയ്റ്റ്, ബ്രിങ്, ബ്രോട്ട്. ഒക്കെ നമുക്ക് പഠിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ കം പ്ലസ് ഡിഡ് ആണ് കെയിം ആയിട്ട് മാറിയിട്ടുള്ളത്. കെയിമിൽ നിന്നും നമ്മൾ ഓക്സിലറി പുറത്തെടുക്കുമ്പോൾ ഡിഡ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിന്റ് ഹി. ഡിഡിന്റ് ഹി ഈസ് ദ റൈറ്റ് ആൻസർ. ഏതാണ് ഓപ്ഷൻ എന്ന് കണ്ടെത്തി നോക്കാം. ഡിഡിന്റ് ഹി, ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ബാക്കിയൊക്കെ തന്നെ തെറ്റാണ്. അടുത്ത 10. One must do one's duty. One must do one's duty. അവിടെയും പ്രശ്നം. വൺ എന്നുള്ളത് സബ്ജക്റ്റിന്റെ സ്ഥാനത്ത് വരികയാണെങ്കിൽ വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടി. തുല്യമായിട്ട് വരുന്നതാണ്. വൺ മസ്റ്റ് ലവ് ഹിസ് കൺട്രി എന്ന് പറയുമ്പോൾ അത് തെറ്റാ. ആ മിസ്റ്റേക്സ് കൂടെ പറഞ്ഞതാ. വൺ മസ്റ്റ് ലവ് ഹിസ് കൺട്രി എന്ന് പറയുമ്പോൾ വൺ എന്നുള്ളത് എന്താണ്? പുല്ലിംഗമായി.
വൺ മസ്റ്റ് ലവ് ഹർ കൺട്രി എന്ന് പറയുമ്പോൾ സ്ത്രീലിംഗായി. വൺ ആരുമാവാം. അപ്പൊ വൺ എന്നുള്ളത് ഇവിടെയും വൺ തന്നെയാണ് ആവർത്തിക്കേണ്ടത്. അപ്പോ വൺ മസ്റ്റ് ലവ് വൺസ് കൺട്രി, ഹിസ് കൺട്രി എന്ന് പറയുമ്പോൾ അവിടെ കറക്റ്റ് ചെയ്തോളാം. അത് നമുക്ക് വേറെ തരാം, കറക്ഷനുമായിട്ട് ബന്ധപ്പെട്ട്. ഇവിടെ വൺ മസ്റ്റ് ഡു വൺസ് ഡ്യൂട്ടി, ഒരാളുടെ ഡ്യൂട്ടി ചെയ്യണം. ഓക്സിലറി നേരിട്ട് വന്നിട്ട് മസ്റ്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ടാഗ് ക്വസ്റ്റ്യൻ എന്തായിരിക്കണം? മസ്റ്റിന്റെ നെഗറ്റീവ് ആയിരിക്കണം. മസ്റ്റ് എന്നുള്ളതിന്റെ നെഗറ്റീവ് എന്താണ്? മസ്റ്റന്റ്. മസ്റ്റിന്റെ വൺ എന്ന് തന്നെയായിരിക്കണം കറക്റ്റ് ആൻസർ. ഒരിക്കലും മസ്റ്റിന്റെ ഹീന്നോ മസ്റ്റിന്റെ ഷീന്നോ മസ്റ്റിന്റെ ദേ ഒരിക്കലും എടുക്കാൻ പാടില്ല. മസ്റ്റിന്റ് വൺ. സ്റ്റേറ്റ്മെന്റ് എന്താണ്? പോസിറ്റീവ് ആണ്. ഓക്സിലറി നേരിട്ട് നൽകിയിരിക്കുന്നു മസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ മസ്റ്റ് അതിന് നെഗറ്റീവ് ടാഗ് ആക്കുമ്പോൾ നമുക്ക് കിട്ടൽ എന്താണ്? മസ്റ്റിന്റ് വൺ. ഓക്കെ, കഴിഞ്ഞു. 10 എത്ര പേർക്ക് ശരിയായി എന്ന് നോക്കാം. 10 ശരിയായവരോ ഒന്ന് വിളിച്ച് പറയാം. 5 താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ മേഖലയിൽ കുറച്ച് വർക്ക് ചെയ്യണം. 10 ശരിയായ ആളെ ഞാൻ എന്ത് ചെയ്യുന്നു? അഭിനന്ദിക്കുന്നു. 9ഉം 8ഉം ഒക്കെ ശരിയായവരെ വീണ്ടും അഭിനന്ദിക്കുന്നു. പക്ഷെ ഒരു 6 ശരാശരി സ്കോർ ചെയ്യേണ്ടതായിരുന്നു. കാരണം അതിൽ കുറച്ചൊക്കെ ഞാൻ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം? പതുക്കെ ശരിയാക്കി എടുക്കാം. അപ്പൊ ടാഗ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കഴിഞ്ഞു. ഇനി നമ്മൾ ആർട്ടിക്കിൾസുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് അയച്ചു തരാൻ പോകുന്നത്. ആർട്ടിക്കിൾസ് സർ എത്ര ക്വസ്റ്റ്യൻസ് ആണോ? 5 ക്വസ്റ്റ്യൻസ്. 5 മിനിറ്റ് ഉണ്ടാവില്ല, ഒരു 3 മിനിറ്റ് സമയമേ നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ളൂ. അതിനുശേഷം എക്സ്പ്ലെയിൻ ചെയ്യും. ക്വസ്റ്റ്യൻസ് കൊടുത്തു സർ. നോക്കിക്കോളൂ. ഒന്നാമത്തെ, രാജുസ് വൈഫ് ഈസ് ഡാഷ് യൂറോപ്യൻ. A European, an European, the European, none of this. Raju's wife is a European is the right answer. ഇവിടെ എല്ലാവരും തെറ്റിക്ക് എന്താണ്? ഈ വെച്ച് തുടങ്ങുന്നു. ഈ എന്നുള്ളത് വവലാണ്. വവൽ ലെറ്റേഴ്സിനല്ല ആർട്ടിക്കിൾസിൽ പ്രസക്തി, വവൽ സൗണ്ടിനാണ്. യൂറോപ്യൻ എന്ന് പറയുകയാണെങ്കിൽ ഏത് യൂറോപ്യൻ കറക്റ്റ് ആണ്? നമ്മൾ യൂറോപ്യൻ അല്ലല്ലോ പറയാ, യൂറോപ്യൻ അല്ല, യൂറോപ്യൻ. ഇപ്പൊ യൂണിവേഴ്സിറ്റി, യൂണിയൻ, യൂണിറ്റ്, യൂണിഫോം, യൂറോപ്യൻ, വൺ വേ റോഡ് എന്നുള്ളതൊക്കെ കോൺസണന്റ് സൗണ്ട് ആണ്. ഓക്കെ, ഒരിക്കലും വവൽ സൗണ്ട് അല്ല. ഓക്കെ, ഇവിടെ ഒരിക്കലും നിങ്ങൾ ലെറ്റേഴ്സിന് പ്രാധാന്യം കൊടുക്കാൻ പാടില്ല. ലെറ്റേഴ്സിനല്ല. സാധാരണ പഠിച്ചു വെച്ചിരിക്കുന്ന എന്താണ്? AEIOU 5 വവൽ ലെറ്റർ ഉണ്ട്. ആ വവൽ ലെറ്ററിന് മുമ്പിൽ എൻ കൂട്ടിച്ചേർക്കുക എന്നുള്ള കാഴ്ചപ്പാട് മാറ്റുക. സ്വര ശബ്ദങ്ങളുടെ മുമ്പിലായിരിക്കണം എൻ കൂട്ടിച്ചേർക്കേണ്ടത്. എണ്ണാൻ പറ്റുന്നോ ആയിരിക്കണം. A or N are used before countable singular nouns. പിന്നെ ചെറിയ ക്ലാസ്സിലല്ല, നിങ്ങൾ പഠിച്ചു വന്നിരിക്കുന്നവരാണല്ലോ, കോഴ്സൊക്കെ കംപ്ലീറ്റ് ചെയ്തവരാണല്ലോ, കൂടുതൽ പറയേണ്ടതില്ല. അപ്പൊ AEIOU എന്നുള്ള ലെറ്ററിനല്ല പ്രസക്തി. നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചവര് 20 വവൽസ് ഉണ്ട്. ഓക്കെ, ഫെനറ്റിക്സിൽ നമ്മൾ കൂടുതൽ പഠിക്കും. 12 ശുദ്ധ സ്വരങ്ങളും 8 സംയുക്ത സ്വരങ്ങളും ഉണ്ട്. അവിടെ യൂറോപ്യൻ എന്നുള്ള സ്വരശബ്ദമല്ല, വ്യഞ്ജന ശബ്ദമാണ്. അതുകൊണ്ട് എ യൂറോപ്യൻ എന്നുള്ളതാണ് കറക്റ്റ്. രാജുസ് വൈഫ് ഈസ് എ യൂറോപ്യൻ. ഓക്കെ, 2 I ate ഡാഷ് ആപ്പിൾ. അവിടെ കറക്റ്റ് ആണ്. ആപ്പിൾ എന്നുള്ളതിന്റെ എ വവൽ ലെറ്ററുമാണ്, വവൽ സൗണ്ടുമാണ്. സോ I ate an apple കറക്റ്റ് ആണ്. I ate an apple. കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് അടുത്ത സെക്ഷനിൽ ഇങ്ങനെ ആവാം. നോക്കാം, സമയം വളരെ പരിമിതമാണ്. അടുത്ത് നോക്കാം. ഡാഷ് ഗംഗ റിവർ സ്പ്രിങ്സ് ഫ്രം ഡാഷ് ഹിമാലയാസ്. ഓർമ്മിക്കാം, നദികളുടെ പേരിന്റെ മുമ്പില്, കടലിന്റെ പേരിന്റെ മുമ്പില് ഒക്കെ ദ ഉണ്ടായിരിക്കണം. ദ ഗംഗ. അതോടൊപ്പം തന്നെ പർവ്വത നിരകൾ, നോട്ട് എ സിംഗിൾ മൗണ്ടൻ. ഹിമാലയ എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റും. ഹിമാലയാസ്, ആൽപ്സ്. അപ്പൊ പർവ്വത സമൂഹങ്ങളാവട്ടെ, ദ്വീപ് സമൂഹങ്ങളാവട്ടെ, സമൂഹം എന്ന് പറയുമ്പോൾ ഒരു കൂട്ടം, അങ്ങനെ വരികയാണെങ്കിൽ അതിനു മുമ്പിലും ദ ഉണ്ടായിരിക്കണം. അപ്പൊ നദികള്, മരുഭൂമികള്, കടലിന്റെ പേരിന്റെ മുമ്പിലൊക്കെ തന്നെ എന്തുണ്ടായിരിക്കണം? ഇതുണ്ടായിരിക്കണം. ദ ഗേഞ്ചസ് അല്ലെങ്കിൽ ദ ഗംഗ, ദ സഹാറ ഡെസേർട്ട്, the Arabian Sea, the Atlantic Ocean, the Alps, the Himalayas. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. സോ ഓപ്ഷൻ എന്തായിരിക്കും അതിൽ നൽകിയിരിക്കുന്നത്? ഓപ്ഷൻ ബി, രണ്ടും ദയാണ് നൽകിയിരിക്കുന്നത്. അതാണ് കറക്റ്റ് ആൻസർ. ബാക്കിയുള്ളതൊക്കെ തെറ്റായിട്ടുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ്. മൈ നൈബർ ഈസ് ഡാഷ് ഓണറബിൾ മാൻ. അവിടെ ശരിക്കും ശ്രദ്ധിക്കാം.
our, honorable. Okay. അപ്പോ our ബാക്കി പറയാൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. Our H is silent here. Honorable. It is not honorable, but it is honorable. It is our. It is a HEIR. Hair അല്ല, അവകാശി. Hair. Okay. അവിടെയൊക്കെ തന്നെ H സൈലന്റ് ആണ്. H ഒരിക്കലും ഉച്ചരിക്കാറില്ല. അതുകൊണ്ട് ഇത് പ്രൊനൗൺസ് ചെയ്യേണ്ട air, അവകാശി. HEIR. Hour. I waited for you an hour. Okay. My neighbor is an honest man. Okay. It is an honorable marriage. അതുകൊണ്ട് എല്ലാ കേസിലും H സൈലന്റ് ആണെന്ന് പറയുന്നില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിക്കാം. Our, air, honorable, honest എന്നുള്ള വവൽ സൗണ്ട് കൊണ്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് an air, an hour, an honorable man അല്ലെങ്കിൽ എന്താണ് an honest man, an honorable marriage. അവിടെ H സൈലന്റ് ആയതുകൊണ്ട് അവിടെ നമ്മൾ an ആണ് കൂട്ടിച്ചേർക്കേണ്ടത്. ഓക്കെ. പക്ഷേ ഹിസ്റ്ററി അവിടെ നിങ്ങൾ H കറക്റ്റ് ആയിട്ട് പ്രൊനൗൺസ് ചെയ്യണം. I bought a history ടെക്സ്റ്റ് ബുക്ക്. അവിടെ H സൈലന്റ് ഒന്നുമല്ല, H ഉച്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് an ഹിസ്റ്ററി ആണ് തെറ്റിദ്ധരിക്കരുത്. ഹോസ്റ്റൽ H പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഹോസ്പിറ്റൽ H പ്രൊനൗൺസ് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ a ഹോസ്പിറ്റൽ ആവാം. ഓക്കെ. എ ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്ക് ആവാം, എ ഹോസ്റ്റൽ ആവാം. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്ന കേസ് ഓണർ, ഓണറബിൾ, അവർ, എയർ, ചുരുങ്ങിയ പദങ്ങളുള്ളൂ. അതൊരിക്കലും അങ്ങ് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയി. അപ്പൊ അവിടെ കറക്റ്റ് എന്താണ്? എൻ. ഓക്കെ. അടുത്ത നോക്കാം. ഡാഷ് മാൻ whom I met yesterday is dash American. അവിടെയും ശ്രദ്ധിക്കണം. മിക്കവാറും എ മാൻ എന്ന് എഴുതി വെച്ചോളൂ. എ മാൻ. ഇവിടെ അതല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞാൻ കണ്ട ആ പ്രത്യേക മനുഷ്യൻ, എല്ലാവരും അല്ല, ഞാൻ കണ്ട ആ മനുഷ്യൻ അമേരിക്കക്കാരനാണ്. ഓക്കെ. നമുക്ക് എ മാൻ എന്ന് പറഞ്ഞാൽ ഏതോ ഒരു മനുഷ്യൻ. എയും എനും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ എനി എന്നുള്ള അർത്ഥത്തിലാണ്. ദ മീൻസ് സ്പെസിഫിക് ആണ്. സ്പെസിഫിക് എന്ന് പറയുമ്പോൾ പ്രത്യേകം. ഓക്കെ. ഐ സോ എ ബോയ്, ദ ബോയ് വാസ് ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ കണ്ട ആ കുട്ടി തന്നെയാണ് ബ്ലൈൻഡ്. ഐ സോ എ ബോയ് വാസ് ബ്ലൈൻഡ് എന്ന് പറയുമ്പോൾ കണ്ട ഒരു കുട്ടി ബ്ലൈൻഡ് മറ്റൊരു കുട്ടിയാണ്. അതല്ല ഇവിടെ ദ മാൻ ഹും ഐ സോ യെസ്റ്റർഡേ അല്ലെങ്കിൽ ഞാൻ കണ്ട ആ മനുഷ്യൻ. അപ്പൊ സ്പെസിഫിക് ആവുമ്പം അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ദ ആണ്. ദ മാൻ ഹും ഐ മെറ്റ് യെസ്റ്റർഡേ ഈസ് an അമേരിക്കൻ, ഒരു അമേരിക്കക്കാരനാണ്. അവിടെ എൻ തന്നെയാണ്, കാരണം അമേരിക്കൻ, അമേരിക്കക്കാരൻ. അവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട എൻ ആണ്. പക്ഷെ ആദ്യം ഉപയോഗിക്കേണ്ട എ അല്ല, ദയാണ്. കാരണം സ്പെസിഫൈ ചെയ്യാം. ഓക്കെ. അപ്പോ പ്രത്യേകമായിട്ട് നമ്മൾ എടുത്തു പറയും. ഇവിടെ പ്രത്യേകം എന്ന് പറയുമ്പോൾ നോക്കാം. ദ പെൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് കോസ്റ്റ്ലി. അപ്പോ സ്പെസിഫിക്. ദ പെൻ വിച്ച് ഐ ബോട്ട് യെസ്റ്റർഡേ ഈസ് കോസ്റ്റ്ലി എന്ന് പറയുമ്പോൾ ഏതോ ഒരു പെൻ അല്ല കോസ്റ്റ്ലി, ഞാൻ ഇന്നലെ വാങ്ങിയ ആ പേന. ഓക്കെ. അങ്ങനെ നമ്മൾ ഡെഫിനിറ്റ് ആയിക്കൊണ്ട് എടുത്ത് പറയുമ്പോൾ നമ്മൾ എന്താണ് സ്പെസിഫൈ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദ ആണ് ഉപയോഗിക്കേണ്ടത്. അഞ്ചും എത്ര പേർക്ക് ശരിയായിട്ടുണ്ട് പറഞ്ഞോളൂ. അഞ്ചും. അടുത്ത സെക്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെ പ്രിപ്പോസിഷൻസുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രിപ്പോസിഷൻസ് എന്നൊന്നും പറയരുതല്ലോ. ഈ ഒരു കോഴ്സ് കഴിയുന്നതോടുകൂടി നിങ്ങൾ ഉച്ചാരണം കൂടെ ഒന്നും എന്ത് ചെയ്യണം, ശരിയാവണം. എനിക്കിപ്പോ ബോർഡിൽ എഴുതാൻ തന്നെ പേടി എന്താണെന്ന് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. വർഷങ്ങളായിട്ട് ഫെനറ്റിക്സ് ആരും എടുക്കാത്ത ഒരു വിഷയമായതുകൊണ്ട് സെലക്ട് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്നതാണ് ഫെനറ്റിക്സ്. അപ്പൊ ഫെനറ്റിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്കറിയാം ഫെനറ്റിക്കൽ ആയിട്ട് പെട്ടെന്ന് ട്രാൻസ്ക്രൈബ് ചെയ്യാൻ പറ്റും. സ്പെല്ലിംഗുമായിട്ട് വലിയ ബന്ധം വരുന്നില്ല. ഓക്കെ. അതുകൊണ്ട് അതങ്ങ് എന്ത് ചെയ്യാൻ ബി എക്സ്ക്യൂസ്ഡ്. അപ്പൊ അവരെ ശരിക്കും ശ്രദ്ധിക്കുക. ഇനി പ്രിപ്പോസിഷൻസ് എല്ലാവരും തെറ്റിക്കുന്നതാണ്. ആ പ്രിപ്പോസിഷൻസുമായിട്ട് ബന്ധപ്പെട്ട 5 ക്വസ്റ്റ്യൻസ് ആണ്. അത് വളരെ സിമ്പിൾ തന്നെയാണ്. തുടങ്ങിക്കോളൂ. ക്വസ്റ്റ്യൻസ് ഇതാ നിങ്ങൾക്ക് ഇപ്പൊ അയച്ചു തരും. കിട്ടാത്തവരുണ്ടെങ്കിൽ മാത്രം പറയാം. അതിന് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് ഡാഷ്. അതില് എയില് ഏതാണോ ശരി എന്നുള്ളത് എ നിട്ടതിന് ശേഷം ഓൺ ആണെങ്കിൽ ഓൺ, വിത്ത് ആണെങ്കിൽ വിത്ത്, അത്ര എടുത്തെഴുതാം. കൺഫ്യൂഷൻ വേണ്ട. ബി താഴെ കൊടുത്തിരിക്കുന്നു. ഈ രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ. കാരണം നിങ്ങൾ വെറും പ്രിപ്പോസിഷൻസ് പഠിപ്പിക്കുക എന്നുള്ളതല്ല. ഇങ്ങനെ ക്വസ്റ്റ്യൻ വരുന്ന അവസരത്തിൽ നിങ്ങൾ ആ കൺഫ്യൂഷനിലാവും. ആ കൺഫ്യൂഷൻ ഒഴിവാക്കാം. അപ്പൊ ഒരു സെന്റൻസിൽ തന്നെ 3 ഡേഷ വന്നിരിക്കുന്നത്.
ഫസ്റ്റ് എ, താഴെ ഓപ്ഷനിൽ 3 or 4 എന്ത് കൊടുത്തിരിക്കുന്നു? പ്രിപ്പോസിഷൻസ്. അതിൽ എ എന്ന് എഴുതിയതിനു ശേഷം ഏതാണോ കറക്റ്റ് പ്രിപ്പോസിഷൻ ആ കറക്റ്റ് പ്രിപ്പോസിഷൻ എടുത്ത്. ഓക്കെ, അവിടെ ഒരു പ്രിപ്പോസിഷന്റെ ആവശ്യം വരികയുള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസിന്റെ കേസിലുണ്ടോ? ബാക്കിയൊന്നും ഡൗട്ട് വരില്ല. കംപ്ലീറ്റഡ് ആണോ? ഹാവ് യു കംപ്ലീറ്റഡ്? Yes, sir. Yes. Okay. Then let me explain. He is senior dash me in service. പറഞ്ഞിരിക്കുന്ന സർവീസിൽ അയാൾ എന്നെക്കാളും സീനിയർ ആണ്. സാധാരണ ഇംഗ്ലീഷില് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ ഉള്ള ഒരു ചാപ്റ്റർ പഠിക്കാൻ വരും. താരതമ്യങ്ങളാണ്. സാധാരണ ഡിഗ്രീസ് ഓഫ് കമ്പാരിസണിൽ പോസിറ്റീവ് ഡിഗ്രി, കമ്പാരിറ്റീവ് ഡിഗ്രി, സൂപ്പർലേറ്റീവ് ഡിഗ്രി. കമ്പാരിറ്റീവ് ഡിഗ്രിയിലാണ് കമ്പാരിസൺ, രണ്ട് വസ്തുക്കളെ രണ്ട് സ്ഥലങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും താരതമ്യം ചെയ്യാം. സപ്പോസ് the climate of Ooty is colder than that of Kerala. ഇവിടെ colder than. സാധാരണ കമ്പാരിസൺ നമ്മൾ ഉപയോഗിക്കുക than ആണ് കമ്പാരിറ്റീവ് ഡിഗ്രി. ഇതിനേക്കാളും റാണി ഈസ് മോർ ബ്യൂട്ടിഫുൾ ദാൻ സുനിത. പക്ഷേ കുറച്ച് പദങ്ങളുണ്ട് ഇംഗ്ലീഷിൽ, ശരിക്കും ശ്രദ്ധിക്കുക. സീനിയർ, ജൂനിയർ, ഇൻഫീരിയർ, സുപ്പീരിയർ, ആന്റീരിയർ, എക്സ്റ്റീരിയർ, പ്രയർ. പ്രയർ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പ്രയർ ആയിരുന്നു. ഇപ്പൊ പ്രയർ എന്ന് പറഞ്ഞിരിക്കുന്ന പ്രയർ മുൻപേ, ആദ്യം എന്നുള്ള അർത്ഥം. പ്രയർ പ്രാർത്ഥനയാണ്. അതോടൊപ്പം തന്നെ എൽഡർ, ഓൾഡർ ഞാൻ പറഞ്ഞിട്ടില്ല, പറയാത്തതിലേക്ക് പോകരുത്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിക്കാം. എൽഡർ, പ്രയർ, പ്രിഫർ, PREFER, ഇഷ്ടപ്പെടുക, പ്രിഫർ. ഓക്കെ, ജൂനിയർ, സീനിയർ, ഇന്റീരിയർ, എക്സ്റ്റീരിയർ എന്നുള്ള ഇതൊക്കെ ഓർമ്മിക്കാനുള്ള പ്രത്യേകത. ഒന്നുകിൽ ER ഓ OR. These words are directly borrowed from Latin. ഈ പദങ്ങളൊക്കെ തന്നെ ലാറ്റിനിൽ നിന്നും നേരിട്ട് ഇംഗ്ലീഷിലേക്ക് കടന്നു വന്നതാണ്. മനസ്സിലായോ? അപ്പൊ ലാറ്റിൻ ഭാഷയിൽ ഒരു പ്രത്യേകത, എൽഡറോ സീനിയറോ ജൂനിയറോ ഇൻഫീരിയറോ സുപ്പീരിയറോ ഒക്കെ വരികയാണെങ്കിൽ കമ്പാരിസൺ അതിനുശേഷം ഉപയോഗിക്കേണ്ടത് ടു ആണ്. മനസ്സിലായി? ഐ പ്രിഫർ കോഫി ടു ടീ, അതാണ് കറക്റ്റ്. കോഫി ദാൻ ടീ അല്ല. ഹി ഈസ് ജൂനിയർ ടു മീ, നോട്ട് ദാൻ മീ. അപ്പൊ ആ ലിസ്റ്റ് ഓർമ്മിക്കുക. നേരത്തെ ഞാൻ പറഞ്ഞത് ഇൻഫീരിയർ, സുപ്പീരിയർ, സീനിയർ, ജൂനിയർ, എൽഡർ, പ്രയർ, പ്രിഫർ. അതിനുശേഷം ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ എന്താണ്? ബാക്കിയെല്ലാം അത് ലാറ്റിന്റെ നിയമം എവിടെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടാണ് ഇംഗ്ലീഷിൽ. ഓക്കെ, ആ നിയമങ്ങളൊക്കെ മോഡേൺ ഇതിലൊക്കെ ഗ്രാമറിലൊക്കെ മാറി മാറി വരുന്നുണ്ട്. ഒരു 4-5 വർഷം കൊണ്ടൊക്കെ ഇപ്പൊ മോഡേൺ ലിംഗ്വിസ്റ്റിക്സ്, ഭാഷാശാസ്ത്ര പഠനത്തിലൊക്കെ ഒരു റവല്യൂഷണറി ചേഞ്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ നിയമങ്ങളൊക്കെ പതുക്കെ മാറും. പക്ഷെ PSCക്കും നിങ്ങൾ കേട്ടിട്ടുള്ള നിയമം തന്നെയാണ്, ആ നിയമം മാറിയിട്ടില്ല. ഓർമ്മിക്കട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ ഹി ഈസ് സീനിയർ ടു മീ ഇൻ സർവീസ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. മൈ ഫാദർ ഈസ് ഗുഡ്. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രത്യേക കഴിവുണ്ടെങ്കിൽ, ചിലത് കൊളൊക്കേഷൻ എന്ന് പറയും. എന്താ ഈ കൊളൊക്കേഷൻ എന്ന് പറയാ? ചില പ്രത്യേക അഡ്ജക്റ്റീവിനോടൊപ്പം വേർബിനോടൊപ്പം ചില പ്രത്യേക പ്രിപ്പോസിഷനെ ചേരുകയുള്ളൂ. സപ്പോസ് ഷി ഡിഡ് സൂയിസൈഡ് എന്ന് പറയാറില്ല, ഷി കമ്മിറ്റഡ് സൂയിസൈഡ്. ഓക്കെ, മേക്ക് ബെഡ്. അപ്പോ കൊളൊക്കേഷൻ ആണ്. ചില പ്രത്യേക പദങ്ങൾ ചില പ്രത്യേക പദങ്ങളോടൊപ്പം കൂടിച്ചേരും. അപ്പൊ ഗുഡ് അറ്റ് എന്നുള്ള ഒരു പ്രയോഗം, നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ നല്ല സ്കിൽ ഉണ്ട് എങ്കിൽ യു ആർ ഗുഡ് അറ്റ് എന്നാണ് പറയേണ്ടത്. ഗുഡ് അറ്റ് ഓർമ്മിക്കുക. അപ്പൊ നല്ല കഴിവുള്ള, പ്രാവീണ്യമുള്ള, ഗുഡ് അറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക. മൈ ഫാദർ ഈസ് ഗുഡ് അറ്റ് ഡ്രൈവിംഗ്. ഗുഡ് അറ്റ് ഡ്രൈവിംഗ്, ഗുഡ് അറ്റ് കുക്കിംഗ്. ഓർമ്മിക്കുക. ഓക്കെ, ഏതെങ്കിലും മേഖലയിൽ നല്ല കഴിവുണ്ടെങ്കിൽ അങ്ങനെ ഗുഡ് അറ്റ് എന്നുള്ളതാണ്. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്? മൈ ഫാദർ ഈസ് ഗുഡ് അറ്റ് ഡ്രൈവിംഗ്. ഇവിടെ നിങ്ങളെ പ്രിപ്പോസിഷൻസ് മൊത്തം പഠിപ്പിക്കുക എന്നുള്ള അല്ല ഈ ഒരു സെഷന്റെ ലക്ഷ്യം. കാരണം ഒന്ന് പരിചയപ്പെടുത്തുക എവിടെയൊക്കെ നിങ്ങൾക്ക് തെറ്റുകൾ സംഭവിച്ചേക്കാം. അടുത്ത് നോക്കാം. The meeting is scheduled dash the morning of the Independence Day 9 and 10. ഇതെല്ലാവരും മിക്കവാറും തെറ്റിക്കുന്നതാണ്. എല്ലാവരും നിങ്ങൾ കേൾക്കുക ഇൻ ദ മോർണിംഗ് എന്നുള്ളതാണ്. കറക്റ്റ് ആണ്. പക്ഷെ ഇൻ ദ മോർണിംഗ് അവിടെ ഇല്ല. ഓൺ ദ മോർണിംഗ് എന്നുള്ളതാണ് കുറച്ചുകൂടെ കറക്റ്റ് ആയിട്ടുള്ളത്. ഓൺ ദ മോർണിംഗ്. അപ്പൊ ഫസ്റ്റ് എന്താണ്? അപ്പൊ നിങ്ങൾക്ക് ഒരു വൈരുദ്ധ്യം തോന്നിയേക്കാം. ഓൺ ദ മോർണിംഗ് എന്നുള്ള പ്രയോഗം ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഓൺ ദ മോർണിംഗ്. അപ്പൊ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ച് തപ്പിക്കഴിഞ്ഞാൽ ഇൻ ദ മോർണിംഗ് ആണോ ഓൺ ദ മോർണിംഗ് ആണോ ശരി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഡെഫിനിഷൻസ് മൊത്തം കേൾക്കുമ്പോൾ നിങ്ങളും കൺഫ്യൂഷൻ ആയി. മനസ്സിലായി? ഐദർ ആണോ ഈദർ ആണോ പ്രൊഫസറോട് ചോദിച്ചത് ഒരു കുട്ടി സംശയം.
എന്താ സംശയം? സർ, ഞാൻ ഐദർ, EITHER, ഐദർ എന്ന് പ്രൊനൗൺസ് ചെയ്യണോ ഈദർ എന്ന് പ്രൊനൗൺസ് ചെയ്യണം? പ്രൊഫസർ അല്പം എന്താണ് ഹ്യൂമർ സെൻസിലുള്ള ആളായിരുന്നു പ്രൊഫസർ. എയ്തർ വേ. അപ്പൊ കുട്ടികൾ മൂന്നാമത്തെ ഒരു പ്രൊനൗൺസിയേഷൻ കൂടി പഠിച്ചു, എയ്തർ. കുട്ടീന്റെ സംശയം ഐദർ ആണോ ഈദർ ആണോ? പ്രൊഫസർ വെച്ചിരിക്കുന്നത് എയ്തർ എന്നുള്ള അതേ രീതിയിലാണ്. ഇൻ ദ മോർണിംഗ് ആണോ ഓൺ ദ മോർണിംഗ് ആണോ? രണ്ടും ശരിയാണ്. പക്ഷെ ഇവിടെ ഓപ്ഷൻ എയിൽ എന്തില്ല? ഇന്ന് ഇല്ല. അതുകൂടെ ശ്രദ്ധിക്കണം. ഇൻ നൽകിയിട്ടില്ല, എന്തേ നൽകിയിട്ടുള്ളൂ? ഓൺ ദ മോർണിംഗ് ഓഫ്. ഒരു പ്രത്യേക സെലിബ്രേഷനോ ബാക്കിയൊക്കെ ആണെങ്കിൽ അന്ന് പ്രഭാതം, അന്ന് വൈകുന്നേരം എന്നുള്ളത് ഓൺ ദ മോർണിംഗ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ബി ശ്രദ്ധിക്കാം. ഡേ 9 and 10, 9 മണിക്കും 10 മണിക്കും ഇടയിൽ എന്നുള്ള രണ്ട് വസ്തുക്കൾക്കിടയിലാണോ രണ്ട് വ്യക്തികൾക്കിടയിലാണോ നമ്മൾ പറയേണ്ടത് ബിറ്റ്വീൻ ആണ്. ഓക്കെ, രണ്ടിൽ കൂടുതൽ വരികയാണെങ്കിൽ എമംഗ് ആണ്. ഒരു ഉദാഹരണം ശ്രദ്ധിച്ചോളൂ. രാജു ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഹിസ് ഫാദർ ആൻഡ് മദർ. അപ്പൊ അച്ഛനും അമ്മയ്ക്കും ഇടയിലാണ്. രാജു ഈസ് സ്റ്റാൻഡിങ് ബിറ്റ്വീൻ ഹിസ് ഫാദർ ആൻഡ് മദർ. രാജു ഈസ് സ്റ്റാൻഡിങ് എമംഗ് ഹിസ് ഫ്രണ്ട്സ്. രണ്ടിൽ കൂടുതൽ വരുന്ന അവസരത്തിൽ നമുക്ക് എമംഗ് ഉപയോഗിക്കാം. രണ്ട് വസ്തുക്കൾക്കിടയിൽ എന്നുള്ളതിന് നമ്മൾ ഉപയോഗിക്കേണ്ട എന്താണ്? ബിറ്റ്വീൻ. ബിയിൽ ബിറ്റ്വീൻ എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. നെക്സ്റ്റ്, ദ ലെറ്റർ വാസ് റിട്ടൺ. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ആ കത്ത് എഴുതിയിരിക്കുന്നു. ലെറ്റർ വാസ് റിട്ടൺ അതൊരു പ്രയോഗമാണ്. ഇംഗ്ലീഷിൽ ഇൻ ഇങ്ക് എന്നുള്ളതാണ് കറക്റ്റ്. ഇൻ ഇങ്ക്, ബൈ ഇങ്ക് എന്നല്ല. ബൈ എ ഗൺ എന്നൊക്കെ പറയും. ബൈ എ ഗൺ, തോക്കിനാൽ. പക്ഷെ മഷിയാൽ എന്ന് പറയാറില്ല. എന്താണ്? പേന കൊണ്ട് എഴുതുന്നതിന് അല്ലെങ്കിൽ മഷി കൊണ്ട് എഴുതുന്നതിന് ഇൻ ഇങ്ക് എന്നുള്ള പ്രയോഗമാണ്. അതുകൊണ്ട് നിങ്ങൾ കാറിലൊക്കെ വരികയാണെങ്കിൽ how do you come to college? So by bus, by car എന്നൊക്കെ പറയാം. പക്ഷെ നടന്നു വരികയാണെങ്കിൽ ഓൺ ഫുട്ട് എന്ന് പറയണ്ടത്. ഓൺ ഫുട്ട്. നടന്നു വരികയാണെങ്കിൽ എന്താണ്? ഓൺ ഫുട്ട്. അതൊരു പ്രയോഗമാണ്. നടന്നു വരുന്നതിന് ഇംഗ്ലീഷിൽ എന്താ പറയേണ്ടത്? ഓൺ ഫുട്ട്. അതേ രീതിയിൽ മഷി കൊണ്ട് എഴുതുകയാണെങ്കിൽ അതിന് പറയേണ്ടത് എന്താണ്? ഇൻ ഇങ്ക് എന്നുള്ള. ഓക്കെ, നെക്സ്റ്റ്, ഹീസ് ഫോണ്ട്. ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു ചില പ്രത്യേക പദങ്ങളോടൊപ്പം ചില പ്രത്യേക പ്രിപ്പോസിഷൻസ് കടന്നു വരും. അതിന് കൊളൊക്കേഷൻ പോകും. ഓക്കെ, ഫോണ്ട്. ഫോണ്ടിന്റെ കൂടെ പ്രൗഡിന്റെ കൂടെ എപ്പോഴും കടന്നു വരുന്ന പ്രിപ്പോസിഷൻസ് ഓഫ് ആണ്. ഹി ഈസ് ഫോണ്ട് ഓഫ്. ഐ എം പ്രൗഡ് ഓഫ് യു. ഐ എം പ്രൗഡ് ഓഫ് യു. ഞാൻ നിന്നിൽ അഭിമാനം കൊള്ളുന്നു. ഐ എം ഫോണ്ട് ഓഫ് മ്യൂസിക്. എനിക്ക് സംഗീതത്തിൽ വളരെ ഇഷ്ടമാണ്. ഫോണ്ട് ഓഫ്, പ്രൗഡ് ഓഫ്. ഓർമ്മിക്കുക, അതൊരു ലിസ്റ്റ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മൾ പ്രിപ്പോസിഷൻസ് ഒരു സെഷനിലായിരിക്കും എന്ത് ചെയ്യുക. ഓരോ ചാപ്റ്ററും ഓരോ സെഷൻ. ചിലപ്പോൾ ഒരു ചാപ്റ്റർ ഒരു സെഷനിൽ കഴിയില്ല. 1 മണിക്കൂറിൽ അല്ലെങ്കിൽ 2 മണിക്കൂറിലെ ക്ലാസ്സിൽ കഴിയില്ല എങ്കിൽ അടുത്ത സെഷനിൽ തുടങ്ങി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും. അവിടെ പ്രിപ്പോസിഷൻസ് ഏറ്റവും കൂടുതൽ കുട്ടികൾ തെറ്റിക്കുന്നതാണ് പ്രിപ്പോസിഷൻസ്. ഇവിടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രിപ്പോസിഷൻസ് ഒന്നും ഞാൻ സെലക്ട് ചെയ്തിട്ടില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ള. മിക്കവാറും എല്ലാവരും തന്നെ 5ഉം ശരിയാക്കി കാണും എന്ന് തോന്നുന്നു. എന്നിരുന്നാലും പറഞ്ഞോളൂ, 5ഉം ശരിയായിട്ടുള്ളവർ ആരൊക്കെയാണ്? അപ്പൊ പ്രിപ്പോസിഷൻസ് എല്ലാവരും തീർത്തും ശരിയായിട്ടില്ല. ആരും തീർത്തും ശരിയായിട്ടില്ല. ഓക്കെ, അപ്പൊ പ്രിപ്പോസിഷൻസ് പറഞ്ഞതുകൊണ്ടല്ല, ഏത് കുട്ടികളെ പഠിപ്പിക്കുന്ന അവസരത്തിലും പ്രിപ്പോസിഷൻസ് ആണ് എന്ത് ചെയ്യുക ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ആർട്ടിക്കിൾസ് ആണെങ്കിൽ വെരി ലിമിറ്റഡ് 3 in number, 3 ഉള്ളൂ. ഓക്കെ, മോഡൽ ഓക്സിലറീസ് ആണെങ്കിൽ ഷാൾ, ഷുഡ്, മേ, കുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, ഓട്ട് 10 ഉള്ളൂ. സെമി മോഡൽസ് ആണെങ്കിൽ നീഡ്, ഓട്ട്, ഡെയർ 3 ഉള്ളൂ. പക്ഷെ പ്രിപ്പോസിഷൻസ് എണ്ണം കൂടുതലാണ്. ഒരു 50ൽ കൂടുതൽ വരും മൊത്തം പ്രിപ്പോസിഷൻസ് ഇംഗ്ലീഷിൽ. അതിൽ ഓരോന്നും അറ്റെന്ന് വേണോ, ഇന്ന് വേണോ, അറ്റ് ദ ഗേറ്റ് എന്ന് വേണോ, ഓൺ ദ ഗേറ്റ് എന്ന് വേണം. പറഞ്ഞോളൂ, അറ്റ് ദ ഗേറ്റ് എന്ന് പറയുമ്പോൾ ഗേറ്റിന് സമീപമാണ്. ഓൺ ദ ഗേറ്റിൽ കാത്തു നിൽക്കാന്ന ഗേറ്റിന്റെ മുകളിൽ കയറി കാത്തു നിൽക്കണം. മനസ്സിലായി? അർത്ഥ വ്യത്യാസം വരും. ഓൺ ദ ഗേറ്റ് എന്ന് പറയുന്നത് ഗേറ്റിന്റെ മുകളിലാണ്. അതോടെ ഓവർ. ശരിക്കും ശ്രദ്ധിക്കാം. തലയിൽ സ്പർശനം വരികയാണെങ്കിൽ ഓൺ ദ ഹെഡ് ആണ്. സ്പർശനം വരികയാണെങ്കിൽ ഷീ ഈസ് ക്യാരിങ് എ ബാസ്കറ്റ് ഓൺ ഹെർ ഹെഡ്. ഇപ്പൊ നിങ്ങൾ ക്ലാസ് റൂമിൽ മുന്നിലിരിക്കുകയാണ്. ഓൺ ദ ബെഞ്ച്. ദ ബുക്ക് ഈസ് ലൈങ് ഓൺ ദ ടേബിൾ. സ്പർശനം വരികയാണെങ്കിൽ എപ്പോഴും ശ്രദ്ധിക്കാം. സ്പർശനം വരികയാണെങ്കിൽ നമുക്ക് ഓൺ എന്ന് പറയാം. പക്ഷേ an aeroplane is flying on my house എന്ന് പറയുമ്പോൾ നിങ്ങൾ വീട് വെച്ച് പറക്കേണ്ടി വരും. മേൽക്കൂടി കൊണ്ട് പറക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഓവർ ദ ഹൗസ് ആണ്. മനസ്സിലായി? സ്പർശനമില്ല, വീടിന്റെ മുകളിലൂടെ ഓവർ ആണ്. പ്രിപ്പോസിഷൻ പഠിപ്പിക്കാറുള്ള വളരെ രസകരമായിട്ടുള്ള ഒരു സംഭവമാണ്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത് 1 word സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. ക്വസ്റ്റ്യൻ കേട്ടറ്റിന് വരാത്ത ഒരു ഭാഗവും നിങ്ങൾ എക്സാമ്പിൾ ആയിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടില്ല. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസിൽ നിന്നും സെലക്ട് ചെയ്തതാണ്. ഓക്കെ, അതിന് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് കുട്ടികൾക്ക് എവിടെയാണോ മാർക്ക് നഷ്ടപ്പെടുന്നത്
നിങ്ങളിപ്പോ എക്സ്പെർട്ട് ആയിട്ടുള്ള ഒരു മേഖലയെ നിങ്ങളെ വീണ്ടും പഠിപ്പിക്കുന്നതിൽ അർത്ഥമില്ല. മനസ്സിലായി? നിങ്ങളുടെ വീക്ക്നെസ്, പോരായ്മകൾ എവിടെ എന്ന് കണ്ടെത്തിക്കൊണ്ട് അവിടെ പരിഹരിക്കുക എന്നുള്ള. നിങ്ങൾക്ക് മാത്സിന് നല്ല കഴിവുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മാത്സിന് സമയം ചെലവഴിക്കേണ്ടതില്ല, കുറച്ച് സമയം ചെലവഴിച്ചാൽ മതി. എവിടെയാണോ നിങ്ങൾ വീക്ക് ആയിട്ടുള്ള, ഇംഗ്ലീഷാണ് വീക്കെങ്കിൽ അതിന് കൂടുതൽ സമയം ചെലവഴിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, അതിനാണ് ശ്രമിക്കേണ്ടത്. ഓക്കെ, അടുത്ത വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ്. ഇതാ ക്വസ്റ്റ്യൻ അയച്ചു തുടങ്ങിയിരിക്കുന്നു, കണ്ടെത്തിക്കോളൂ ഉത്തരം. വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കണം. ഒരു 10, 100, 150, ഒരു 150 ഒക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ആ മേഖലയിൽ അഡപ്റ്റ് ആയി, എക്സ്പെർട്ട് ആയി. ഓക്കെ, അങ്ങനെ വൺ വേർഡ് നമ്മൾ തയ്യാറാക്കി തന്നെ വെക്കണം. ഇങ്ങനെ ഒരു വൺ വേർഡ് ഇംഗ്ലീഷിൽ എവിടെയെങ്കിലും കിട്ടുമ്പോൾ അത് നോട്ട്ബുക്കിൽ, ഒരിക്കലും മൈൻഡിൽ നമുക്ക് സ്റ്റോർ ചെയ്യണം, നമ്മൾ മറക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു നോട്ട്ബുക്കിൽ മത്സര പരീക്ഷ എടുക്കുമ്പോൾ അവ വീണ്ടും എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം, ഉത്തരം അതിനോടൊപ്പം നിങ്ങൾക്ക് അടയാളപ്പെടുത്താൻ പറ്റുമെങ്കിൽ അടയാളപ്പെടുത്തിക്കോളൂ, അതിനുശേഷം പറയാം. മൈ സൺ ലവ്സ് കളക്ടിങ് സ്റ്റാമ്പ്സ്. എന്റെ മകന് സ്റ്റാമ്പ് ശേഖരണം ഭയങ്കര ഇഷ്ടമാണ്. ഹി ഈസ് എ ഡാഷ്, bibliophile, philanthropist, philatelist, philologist. Second question. Life of a person written by another. ഒരാളുടെ ജീവചരിത്രം മറ്റൊരാൾ എഴുതുകയാണെങ്കിൽ ഹിസ്റ്ററി, ബയോഗ്രഫി, ഓട്ടോബയോഗ്രഫി, എപ്പിലോഗ്. 3. The study of mankind. മൊത്തം മനുഷ്യരെ എടുത്ത് പഠിക്കുകയാണെങ്കിൽ ആ വിഷയം ആന്ത്രപ്പോളജി, ആർക്കിയോളജി, ആന്തോളജി, ഓർണിത്തോളജി. ഓക്കെ, a man whose wife is dead is called. ഭർത്താവ് ഭാര്യ മരിച്ചു പോയ ഒരാൾ വിഡോ, വിഡോവർ, ബാച്ചിലർ, സ്പിൻസ്റ്റർ. ഓക്കെ, കംപ്ലീറ്റ് ചെയ്തോ. 4ാമത്തെ ക്വസ്റ്റ്യൻ വിട്ടിട്ടുണ്ടെങ്കിൽ യെസ്, വൺ ഹു റൈറ്റ്സ് ബ്യൂട്ടിഫുള്ളി. എപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മനോഹരമായിട്ടുള്ള കയ്യക്ഷരമുള്ള. യെസ്, അതിനെന്ത് പറയും? ചെയ്ത് കഴിഞ്ഞെങ്കിൽ പറഞ്ഞോളൂ. യെസ്, ഓക്കെ. അപ്പൊ ഞാൻ ഉത്തരം കറക്റ്റ് പറയുന്നതോടൊപ്പം തന്നെ ബാക്കി ആര് എന്ത് എന്നുള്ളത് നോക്കാം. Those who love collecting stamps is called philatelist. Option C is the right answer, philatelist. ഇനി ബാക്കി നോക്കാം. Who is a bibliophile? Those who love book. Those who love reading. പുസ്തകവും വായനയും അമിതമായിട്ട് ഇഷ്ടപ്പെടുന്നവരാണ് bibliophile. ഇനി നോക്കാം philanthropist. ഫിലാന്ത്രോഫിസ്റ്റ് ഇനി നിങ്ങൾ കറക്റ്റ് ചെയ്ത് എഴുതും. ലവർ ഓഫ് ഹ്യൂമാനിറ്റി, ചാരിറ്റബിൾ വർക്ക് ഒക്കെ ഏറ്റവും കൂടുതൽ ചെയ്യുന്ന, സ്വവർഗത്തിൽപ്പെട്ട മനുഷ്യകുലത്തെ സ്നേഹിക്കുന്നവരെ സഹായിക്കുന്ന ആളുകൾക്കാണ് ഫിലാന്ത്രോഫിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിലോളജിസ്റ്റ് മീൻസ് ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ് സ്റ്റഡിയിങ് ലാംഗ്വേജ്, എസ്പെഷ്യലി വേർഡ്സ്. പദങ്ങള്, ഭാഷയുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ, അവയുടെ ഒറിജിൻ, അവയിൽ വരുന്ന മാറ്റങ്ങളൊക്കെ പഠിക്കുന്ന ആളാണ്. ഇവിടെ റൈറ്റ് ആൻസർ എന്താണ്? ഫിലാറ്റലിസ്റ്റ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. ലൈഫ് ഓഫ് എ പേഴ്സൺ റിട്ടൺ ബൈ അനദർ. നിങ്ങൾക്ക് അറിയാം, അത്യാവശ്യം ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. ഒരാളുടെ ജീവചരിത്രം മറ്റൊരാൾ എഴുതുകയാണെങ്കിൽ ഹിസ്റ്ററി നമുക്കറിയാം, അതിലൊന്നും പെടുന്നാൽ ചരിത്രം ഒരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു എഴുതുന്നതാണ്. ബയോഗ്രഫി ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ബയോഗ്രഫി, ഒരാളുടെ ബയോഗ്രഫി മറ്റൊരാൾ എഴുതുകയാണെങ്കിൽ അങ്ങ് അതിന് കൊടുക്കുന്ന പേരാണ് ബയോഗ്രഫി. പിന്നെ നിങ്ങൾക്കറിയാം, ഒരു കോമൺ ക്വസ്റ്റ്യൻ എടുക്കുന്നല്ലോ. ഓട്ടോബയോഗ്രഫി, നമ്മളുടെ ജീവചരിത്രം നമ്മൾ എഴുതുകയാണെങ്കിൽ അതിന് ആത്മകഥ എന്നാണ് പറയേണ്ടത്. ഇപ്പോ ഗാന്ധിജി, മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത്, ഗാന്ധിജി എന്നെ എഴുതിയാണ് എന്റെ സത്യാന്വേഷണ പരീക്ഷകൾ, അത് ഓട്ടോബയോഗ്രഫിയാണ്. ഓക്കെ, എപ്പിലോഗ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവില്ല. എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ ഈ ഏതെങ്കിലുമൊക്കെ വർക്ക്, കവിതയോ നാടകമോ അതിന്റെ ഒക്കെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് എന്തെങ്കിലും അവസാനമായിട്ട് എഴുതി വെക്കുന്നതാണ് എപ്പിലോഗ്. പ്രലോഗ് എന്ന് പറഞ്ഞാൽ നാന്തി, തുടക്കം, ആമുഖമാണെങ്കിൽ എപ്പിലോഗ് എന്ന് പറഞ്ഞാൽ ഭരതവാക്യമാണ്. കംപ്ലീറ്റ് ഒരു പുസ്തകമൊക്കെ അവതരിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം അതിന്റെ അടിയിൽ കൺക്ലൂഷനിൽ എന്തെങ്കിലും എഴുതി വെക്കുന്നതാണ് എപ്പിലോഗ്. മലയാളത്തിൽ ഭരതവാക്യം എന്നാണ് പറയേണ്ടത്. പ്രലോഗ് എന്നുള്ളതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിക്കൊണ്ട് കാണാം. ഏത് പുസ്തകം നിങ്ങൾ എടുക്കുമ്പോഴും പ്രലോഗ് ഉണ്ടായിരിക്കും, ആമുഖം ഉണ്ടായിരിക്കും. ഓക്കെ, അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ട് കൊണ്ട് കാണുന്നതാണ് എപ്പിലോഗ്. ദ സ്റ്റഡി ഓഫ് മാൻകൈൻഡ്. ശരിക്കും ശ്രദ്ധിക്കാം. ആന്ത്രപ്പോളജി ഈസ് ദർ, ആന്തോളജി ഈസ് ദർ, ആർക്കിയോളജി ഈസ് ദർ, ഓർണിത്തോളജി ഈസ് ദർ. 4 ഓപ്ഷന് ശരിക്കും ശ്രദ്ധിക്കാം. കറക്റ്റ് ഉത്തരം ആന്ത്രപ്പോളജിയാണ്. നരവംശം മനുഷ്യരെ എടുത്ത് പഠിക്കുന്നതിനാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. ദി ആർക്കിയോളജി മീൻസ് ഓൾഡ് ബിൽഡിംഗ്സ് ഓർ തിങ്സ്. പുരാവസ്തുക്കൾ എടുത്ത് പഠിക്കുന്നതിനാണ് ആർക്കിയോളജി എന്ന് പറയുന്നത്. മനസ്സിലായി? മനുഷ്യരെ എടുത്ത് പഠിക്കുന്നതല്ല. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയത്. ആന്തോളജി കളക്ഷൻ ഓഫ് പോംസ് ഓർ പ്രോസസ്. അതുകൊണ്ട് നിങ്ങൾ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നെ
ഈ കവിതാ സമാഹാരങ്ങൾക്ക് ഗദ്യലേഖനങ്ങളുടെ സമാഹാരങ്ങൾക്കാണ് ആന്തോളജി എന്ന് പറയാം. ആന്തോളജി ഓഫ് പോം, ആന്തോളജി ഓഫ് ബ്രൂസ്. ഓക്കെ, ഇനി ഇവിടെ ഓർണിത്തോളജി, ദ സ്റ്റഡി ഓഫ് ബേർഡ്സ്. എപ്പോഴും ഓർമ്മിക്കുക ഓർണിത്തോളജി, പക്ഷികളെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? ഓർണിത്തോളജി. ഓക്കെ, അതും പ്രധാനപ്പെട്ട ഒന്നാണ്. One who writes beautifully, മനോഹരമായിട്ടുള്ള കൈയക്ഷരമുള്ള ആളുകൾക്ക് എന്ത് പറയും? നന്നായിട്ട് എഴുതാൻ പറ്റുന്നയാള്. കാലിഗ്രാഫർ, കാർഡിയോളജിസ്റ്റ്, റെറ്റിസെന്റ്, ഓംനിഷ്യന്റ്. The right answer is calligrapher. കാലിഗ്രാഫി ഓർമ്മിക്കുക. പല സ്ഥാപനങ്ങളും, കോഴിക്കോടൊക്കെ സ്ഥാപനങ്ങൾ കാലിഗ്രാഫി. നിങ്ങൾ ഒരു 15 ദിവസം നിങ്ങളുടെ കൈയക്ഷരം വളരെ മോശമാണെങ്കിൽ കാലിഗ്രാഫി ഒരു കോഴ്സിന് ചേർന്ന് കഴിഞ്ഞാൽ അവരെ നന്നാക്കി തരും. ആർട്ട് ഓഫ് റൈറ്റിംഗ്. ഓക്കെ, കാലിഗ്രാഫിയാണ്. പക്ഷെ ബാക്കിയുള്ളത് നോക്കാം. കാർഡിയോളജിസ്റ്റ് പറയേണ്ട മെഡിക്കൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് കാർഡിയോളജി. ഹൃദയ സംബന്ധമായിട്ട് അതിൽ സ്പെഷ്യലൈസേഷൻ ചെയ്തിരിക്കുന്ന ആളുകളാണ് കാർഡിയോളജിസ്റ്റ്. റെറ്റിസെന്റ് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു പദമാണ് റെറ്റിസെന്റ്. മൈ ഫ്രണ്ട് ഈസ് വെരി റെറ്റിസെന്റ്. മിതഭാഷി എന്ന് പറയും, അല്പം സംസാരിക്കുന്നത്. ദോസ് ഹു ടോക്ക് വെരി ലെസ്, ദോസ് ഹു ടോക്ക് വെരി ലെസ്. അത്തരം ആളുകൾക്ക് പറയുന്നതാണ് റെറ്റിസെന്റ്, മിതഭാഷി. നെക്സ്റ്റ് നോക്കാം, ഒംനിഷ്യന്റ്. 3 പദം ഇംഗ്ലീഷിൽ ഓർമ്മിച്ചോളണം. omnipotent, omnipresent, omniscient. ദൈവത്തിനെ കുറിച്ച് നമ്മൾ ഈ 3 adjective വെച്ച് കൊടുക്കാറുണ്ട്. Omnipotent means all powerful. Okay, omnipresent means everywhere. Omniscient means all knowing. Omniscient എന്താണ്? All knowing, സർവജ്ഞാനി എന്ന് പറയും. അപ്പൊ അവിടെ omniscient means all knowing, KNOWING, all knowing. A man whose wife is dead is called. ഓക്കെ, ഭാര്യ മരിച്ചുപോയ ആൾക്ക് ഇംഗ്ലീഷിൽ എന്ത് പറയും? വിഡോ, ബാച്ചിലർ, വിഡോവർ, സ്പിൻസ്റ്റർ. ഓക്കെ, വിഡോ എന്താണ്? വിധവയാണ് അല്ലെ? വിഡോ സ്ത്രീകൾക്ക് അപ്ലൈ ചെയ്യുന്നതാണ്, ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ. ബാച്ചിലർ, അൺമാരീഡ് മെൻ. ഓർമ്മിക്കാം, അൺമാരീഡ് മെൻ. വിവാഹം കഴിക്കാത്ത പുരുഷന്മാർക്കാണ് ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ BA പഠിച്ചിട്ടുണ്ടെങ്കിൽ ബാച്ചിലർ ഓഫ് ആർട്സ്, ആ ബാച്ചിലറിനാണ് സ്പെല്ലിംഗ്. കല്യാണം കഴിക്കാത്ത ആണുങ്ങൾക്കാണ് ബാച്ചിലർ എന്ന് പറയുന്നത്. വിഡോവർ. ഓക്കെ, വിഡോവർ മീൻസ് ഭാര്യ മരിച്ച പുരുഷന്മാർക്ക് പറയുന്നതാണ്. മലയാളത്തില് വിധവ എന്ന് പറയുന്നുണ്ടെങ്കിൽ വിധവനല്ല, വിഭാര്യൻ. എല്ലാവരും എഴുതി വെക്കുന്നതാണ് വിധവൻ. ക്ലാസ്സിൽ ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചിരിക്കാറുണ്ട്? എല്ലാവരും കുട്ടികൾ പറയും വിധവൻ. വിധവനല്ല, വിഭാര്യൻ. ഓക്കെ, വിധവണ്ട്, വിഭാര്യൻ. അതിന് ഇംഗ്ലീഷ് വിഡോവർ എന്ന് പറയും. ദാറ്റ്സ് ദ റൈറ്റ് ആൻസർ. അടുത്ത നോക്കാം, സ്പിൻസ്റ്റർ. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല സ്പിൻസ്റ്റർ എന്ന് പറയുമ്പോൾ. എന്നിരുന്നാലും മത്സര പരീക്ഷകളിൽ അൺമാരീഡ് വിമണാണ്, വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്കാണ്. പക്ഷെ അതിൽ അല്പം ഒരു നെഗറ്റീവ് എലമെന്റ് കൂടെ ആ സ്പിൻസ്റ്ററിൽ കൂടി ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരു സാധാരണ രീതിയിൽ പറയുകയാണെങ്കിൽ അൺമാരീഡ് വുമൺ എന്ന് പറഞ്ഞു. എന്നിരുന്നാലും സ്പിൻസ്റ്റർ ആണ്. പക്ഷേ സ്പിൻസ്റ്റർ എന്നുള്ള പദത്തിന് സാഹിത്യത്തിന് ഒരു ചെറിയ ഷെയ്ഡ് നെഗറ്റീവ് അർത്ഥം കൂടെ. ഒരു സ്ത്രീയുടെ കേസിൽ ഒരു ചെറിയ ഷെയ്ഡ് നെഗറ്റീവ് അർത്ഥം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെൺകുട്ടികൾക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവും. അതുകൊണ്ട് അൺമാരീഡ് എന്നുള്ളതാണ് സ്ത്രീകളുടെ കേസിൽ. എന്നിരുന്നാലും വിവാഹം കഴിക്കാത്ത പുരുഷന്മാര് ബാച്ചിലർ ആണെങ്കിൽ വിവാഹം കഴിക്കാത്ത സ്ത്രീകൾക്ക് നമ്മൾ ഓപ്ഷൻ സ്പിൻസ്റ്റർ ഉണ്ടെങ്കിൽ അതിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഈ 5 എണ്ണത്തിനും 5ഉം ശരിയായത് ആരൊക്കെയാണ്? അടുത്ത് 2 ക്വസ്റ്റ്യനേ ഉള്ളൂ, കാരണം അത് ഒരുപാട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ സമയം ഉണ്ടാവില്ല. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. ക്വസ്റ്റ്യൻ ഇതാ അയച്ചു തരുന്നു. ആക്റ്റീവ് ആൻഡ് പാസീവ് ഒരു ലോങ് ചാപ്റ്റർ ആണ്. അതിൽ ക്വസ്റ്റ്യൻസ് വരുന്ന അവസരത്തിൽ നിങ്ങൾക്ക് പ്രശ്നം വരും. അത് കണ്ടെത്തുക, അത് ചെയ്യാന്നില്ല. സാധാരണ ബാക്കിയൊക്കെ തന്നെ സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പഠിപ്പിക്കാം, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ എന്ന് പറഞ്ഞു. പക്ഷെ ക്വസ്റ്റ്യൻസ് വരുന്ന അവസരത്തിൽ അതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്ത് സെലക്ട് ചെയ്ത് തന്നിരിക്കുന്നത്. ഹാസ്, ഹാവ്, ഹാഡ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് ആണെങ്കിലും അതിന്റെ പാസീവ് കിട്ടാൻ അതിന്റെ കൂടെ ബീനും കൂടെ കൂട്ടിച്ചേർത്താം. വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ബീൻ, ഹാവ് അല്ലെങ്കിൽ ഹാസ്, അതിന്റെ പാസീവ് വോയിസ് ബീൻ കൂട്ടിച്ചേർത്താൽ. ഞാൻ 2-3 എക്സാമ്പിൾ പറയുന്നത് ശ്രദ്ധിക്കൂ. ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ഐ ഹാവ് കംപ്ലീറ്റഡ് ദ വർക്ക്. ദ വർക്ക് ഹാസ് ബീൻ കംപ്ലീറ്റഡ് ബൈ മീ. ശരിക്കും ശ്രദ്ധിക്കാം. ഐ ഹാവ് ഫിനിഷ്ഡ് the work. Okay, here I is the subject,
have finished is the complete verb, the work is the object. നമ്മള് the work object, ഇവിടെ I സബ്ജക്റ്റ് ആയതുകൊണ്ട് have വന്നില്ല. I has എന്നുള്ള പ്രയോഗം ഇംഗ്ലീഷിലില്ല. ഓക്കെ, I have, you have, boys have, girls have. അതിൽ ഐയും യുയും എപ്പോഴും ശ്രദ്ധിക്കാം, സിംഗുലർ ആയിട്ട് വരും. ബാക്കി എല്ലാ പ്ലൂറൽ നൗൺസിന്റെ കൂടെയും എന്താണ്, ഹാവ് ആണ് ഉപയോഗിക്കേണ്ടത്. ഹാസ് സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കേണ്ടതാണ്. ദ വർക്ക് എന്നുള്ളത് സിംഗുലർ ആണ്. ഓക്കെ, അപ്പോ ഹാവ് ഹാസ് എന്നുള്ളതിന്റെ പാസീവ് കിട്ടാൻ ഒരു ബീനും കൂടെ കൂട്ടിച്ചേർത്താൽ ഹാവ് ഹാസ് ഹാസ് ബീൻ അല്ലെങ്കിൽ ഹാവ് ബീൻ. ദ വർക്ക് വരുമ്പോൾ സിംഗുലർ ആയതുകൊണ്ട് നമ്മൾ ഹാസ് എടുക്കാം, എന്നിട്ട് അതിനോടൊപ്പം ബീൻ കൂട്ടിച്ചേർക്കാം. The work has been finished by me. The work has been finished by me. നമ്മളെ ക്വസ്റ്റ്യനായിട്ട് ഇതിന് ബന്ധമില്ല. ഞാൻ പറഞ്ഞിരിക്കുന്നത് have has, ഈ ഒരു കോമൺ ആയിട്ടുള്ള നിയമം ശ്രദ്ധിക്കാം. have has had വരുമ്പം സാധാരണ ഇംഗ്ലീഷിൽ V3 ഉപയോഗിക്കാം. have worked, has worked, had worked, എല്ലാ പാസീവ് വോയിസിലും നമ്മൾ V3 ആണ് ഉപയോഗിക്കുക. അപ്പൊ വേർബിൽ മാറ്റൊന്നും വരുത്തേണ്ടതില്ല. അപ്പൊ ഹാവ് ഹാസ് ഹാഡ് എന്നുള്ളതിന്റെ പാസീവ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, ഒരു ബീനും കൂടെ കൂട്ടിച്ചേർത്താൽ മതി. അപ്പൊ ഇവിടെ എന്താണ് ഓപ്ഷൻ നൽകിയിരിക്കുന്നത് നോക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഹാസ് സമൺ പിക്ഡ് മൈ ബുക്ക്, ഏതിലാണ് ബീൻ പ്രയോഗം ഉള്ളത് നോക്കാം. ഹാസ് മൈ ബുക്ക്ഡ് ബീൻ തെറ്റാണ്. ING വരുമ്പോഴാണ് ബീങ് പാസീവിലേക്ക് വരിക. ഇപ്പൊ റൈറ്റിംഗ് എന്നുള്ളതിന്റെ പാസീവ് എന്താണെന്ന് വെച്ചാൽ ബീങ് റിട്ടൺ. ഓക്കെ, റൈറ്റിംഗ്. ഈറ്റിംഗ് എന്നുള്ളതിന്റെ പാസീവ് വോയിസ് എന്താണെന്ന് വെച്ചാൽ ബീങ് ഈറ്റൺ ആണ്. വാക്കിംഗ് എന്നുള്ളതിന്റെ പാസീവ് എന്താണ്, ബീങ്. അപ്പോ വേർബിന്റെ കൂടെയുള്ള ING ബീങ് ആയിട്ട് മാറും. ഇവിടെ ING ഇല്ല, വിട്ടുകളയാം. ഇനി വിൽ മൈ ബുക്ക് ബി പിക്ഡ്, ഫ്യൂച്ചർ ആണ്, ടെൻസുമായിട്ട് ഒരു ബന്ധമില്ല. ഈസ് മൈ ബുക്ക് പ്രസന്റ് സിമ്പിൾ ആണ്, ബന്ധമൊന്നുമില്ല. ഹാസ് മൈ ബുക്ക് ബീൻ പിക്ഡ് ഈസ് ദ റൈറ്റ് ആൻസർ. ഹാവ് ഹാസ് ഹാഡ്. ഹാസ് മൈ ബുക്ക് ബീൻ പിക്ഡ്, ഹാസ് ബീൻ മൈ ബുക്ക് പിക്ഡ് എന്നുള്ള പ്രയോഗമല്ല കേട്ടോ. അങ്ങനെ വരുമ്പം രണ്ട് എലമെന്റ്സിന്റെയും ഇടയിലാണ് സബ്ജക്ട് വെച്ച് കൊടുക്കേണ്ടത്. ഹാസ് മൈ ബുക്ക് ബീൻ പിക്ഡ്. അപ്പോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്താണ്, ഡി ആണ്. ഡു ഇറ്റ്. നേരത്തെ ഞാൻ ഇംപാരറ്റീവ്സ് പറഞ്ഞിരുന്നു, ശരിക്കും ഓർമ്മിക്കാം. ഇംപാരറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ആജ്ഞ അപേക്ഷ രൂപത്തിലുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഡു ഇറ്റ് അല്ലെങ്കിൽ ഈറ്റ് ദ ഫുഡ്. ഓക്കെ, ഇംപാരറ്റീവ്സ് ആണെങ്കിൽ അതിനെ പാസീവ് വോയിസിലേക്ക് മാറ്റാൻ അതിനൊരു ഇക്വേഷൻ മാത്സിൽ ചെയ്യുന്ന പോലെ ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ആദ്യം ലെറ്റ് അപ്ലൈ ചെയ്യാം, പിന്നീട് ഒബ്ജക്റ്റിനെ കൊണ്ടുവരാം, പിന്നീട് ബി അപ്ലൈ ചെയ്യാം V3 വേർബിന്റെ. അങ്ങനെയാണെങ്കിൽ ഇതിലേക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. ലെറ്റ് ഒബ്ജക്റ്റിന് എന്താണ്, ഇറ്റ്. ലെറ്റ് ഇറ്റ് ബി. ഡു എന്നുള്ളതിന് എന്താണ്, ഡൺ. ലെറ്റ് ഇറ്റ് ബി ഡൺ. ശരിക്കും ശ്രദ്ധിക്കട്ടോ, നിങ്ങളെ ക്വസ്റ്റ്യൻ അല്ല. ഈറ്റ് ദ ഫുഡ്. ലെറ്റ് the food, okay, be eaten. അതാണ്. അപ്പൊ ഇംപാരറ്റീവ്സിന് എപ്പോഴും നിങ്ങൾ ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ ആജ്ഞ അപേക്ഷ രൂപത്തിലുള്ള വാക്യങ്ങൾ ആദ്യം ലെറ്റ് ഇക്വേഷൻ ഓർമ്മിക്കാം. ലെറ്റ് പ്ലസ് എന്താണ്, ഒബ്ജക്റ്റ്. ഒന്നുകൂടെ ഓർമ്മിക്കാം. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ്. ഹിയർ ഇൻഡിക്കേറ്റ്സ് ഒബ്ജക്റ്റ്. അതിനുശേഷം ബി, അതിനുശേഷം V3. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എന്തായിരിക്കും, ഒന്നുകൂടെ നോക്ക്. തെറ്റുവരും ക്വസ്റ്റ്യൻസിന് ലിസൺ. പാസീവ്, സോറി നോക്കട്ടോ. ഡു ഇറ്റ് എന്നുള്ളതിന്റെ പാസീവ് എന്താണ്, ശരിക്കും ലെറ്റ് ഇറ്റ് ബി ഡൺ. ലെറ്റ് ഇറ്റ് ബി ഡൺ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കിട്ടുക. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. V3 മീൻസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ദി വേർബ്. ഡു എന്നുള്ളതിന്റെ ഡു ഡിഡ് ഡൺ. ഡു ഡിഡ് ഡൺ. അപ്പൊ കറക്റ്റ് ആൻസർ എന്താണ്, ലെറ്റ് ഇറ്റ് ബി ഡൺ. രണ്ടു മൂന്ന് ക്വസ്റ്റ്യനും കൂടെ അവിടെ എഴുതി വെക്കും, നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക ഈ സെഷൻ കഴിഞ്ഞതിന് ശേഷം. അറസ്റ്റ് ദ തീഫ്, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അറസ്റ്റ് ദ തീഫ്. ക്യാച്ച് ദ ബോൾ. ക്യാച്ച് ദ ബോൾ, പന്ത് പിടിക്കുക. ക്യാച്ച് ദ ബോൾ. കളക്ട് ദ ഫൈൻ. COLLECT. കളക്ട് ദ ഫൈൻ.
എന്നിട്ട് ഈ ഞാൻ പറഞ്ഞ ഇക്വേഷൻ ഒന്ന് അപ്ലൈ ചെയ്യും. അപ്പൊ റൈറ്റ് ആൻസർ ആയിരിക്കും. ആദ്യം എന്താണ് ലെറ്റ്, പിന്നെന്താണ് ഒബ്ജക്റ്റ്, പിന്നെന്താണ് ബി, പിന്നെന്താണ് V3. ഒബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കളക്ട് ദ ഫൈൻ എന്ന് പറയുമ്പോൾ ദ ഫൈൻ ആണ് ഒബ്ജക്റ്റ്. അറസ്റ്റ് ദ തീഫ് എന്ന് പറയുമ്പോൾ ദ തീഫ് ആണ് ഒബ്ജക്റ്റ്. ഓക്കെ, ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ, നിങ്ങൾക്ക് കിട്ടും. അപ്പൊ ഇതിൽ റൈറ്റ് ആൻസർ ഡു ഇറ്റ് എന്നുള്ള ആകെ തല പുകഞ്ഞ് ആലോചിക്കും വേണ്ട, വളരെ സിമ്പിൾ ആണ്. ലെറ്റ് ഇറ്റ് ബി ഡൺ. ഇനി അടുത്ത് നോക്കാം, റിപ്പോർട്ടിംഗ് ആണ്. ലിയ സെഡ് ഐ ലൈക്ക് മാംഗോസ്. ആദ്യം നിങ്ങൾ ഒരു റിപ്പോർട്ടിംഗ് വേർബ് അല്ലെങ്കിൽ ഒരു ഡയറക്റ്റ് സ്പീച്ചിന് രണ്ട് ഭാഗം ഉണ്ടായിരിക്കും. ആരാണോ എന്താണോ പറയുന്നത് ദാറ്റ് ഈസ് റിപ്പോർട്ടിംഗ് വേർബ്. കൊട്ടേഷനിലകത്ത് പറഞ്ഞിരിക്കുന്നത് റിപ്പോർട്ടഡ് ആണ്. ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ടു ഐഡന്റിഫൈ വെദർ ദ റിപ്പോർട്ടിംഗ് വെർബ് ഈസ് ഇൻ ദ പാസ്റ്റ്. അതായത് മെയിൻ വെർബ് ആരാണോ എന്താണോ പറയുന്നത് അത് പാസ്റ്റിലാണോ നോക്കാം. ഇവിടെ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ആ നിയമം പറയാൻ കാരണം നിയമം മാറും, പ്രസന്റിലാവുമ്പോൾ ആകെ മാറും. ഇവിടെ നോക്കുക, ലിയ സെഡ് എന്നുള്ളതാണ് റിപ്പോർട്ടിംഗ് പാർട്ട്. അതിൽ സെഡ് എന്നുള്ള പാസ്റ്റ് ആണ്. ഓക്കെ, നിയമം ശരിക്കും ശ്രദ്ധിക്കാം. രാജു സെഡ്, മൈ ഫാദർ സെഡ്, അത് സെഡ് ആണോ ആസ്ക്ഡ് ആണോ ടോൾഡ് ആണോ പാസ്റ്റിലാണോ നോക്കാം. ഓക്കെ, ഇവിടെ ലിയ സെഡ് എന്നുള്ള പാസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ് റിപ്പോർട്ടഡ് പാർട്ട്? ഐ ലൈക്ക് മാംഗോസ്, എനിക്ക് മാങ്ങകൾ ഇഷ്ടമാണ്. അങ്ങനെ റിപ്പോർട്ടിംഗ് വെർബ് അല്ലെങ്കിൽ മെയിൻ വെർബ് ആദ്യ ഭാഗം പാസ്റ്റിലാണെങ്കിൽ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന ഭാഗമൊക്കെ തന്നെ പ്രസന്റ് അതിന് തുല്യമായിട്ടുള്ള പാസ്റ്റിലേക്ക് മാറ്റിക്കോളും. തുല്യമായിട്ടുള്ള പാസ്റ്റ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ ലൈക്ക് ലൈക്സ് ആണെങ്കിൽ അത് ലൈക്ക്ഡ് ആക്കി മാറ്റിക്കോളും. ഓക്കെ, ഹാസ് ഹാവ് ലൈക്ക്ഡ് ആണെങ്കിൽ അത് ഹാഡ് ലൈക്ക്ഡിലേക്ക് പോയിക്കോളും. ഓക്കെ, ഈസ് റൈറ്റിംഗ് ആണെങ്കിൽ വാസ് റൈറ്റിംഗ് ആയിക്കോളും. എങ്ങനെയാണെങ്കിൽ മാത്രം മെയിൻ വേർബ് പാസ്റ്റിലാണെങ്കിൽ, മെയിൻ വേർബ് പ്രസന്റിലോ ഫ്യൂച്ചറിലോ ആണെങ്കിൽ ഈ നിയമം ആപ്ലിക്കബിൾ അല്ല. ആ നിയമം നിങ്ങളെ പഠിപ്പിക്കും. ഓക്കെ, ഇവിടെ ലിയ സെഡ്. ഓക്കെ, ഇതൊരു സാധാ സ്റ്റേറ്റ്മെന്റ് ആയതുകൊണ്ട് റിപ്പോർട്ടിംഗ് പാർട്ടിനെയും റിപ്പോർട്ടഡ് പാർട്ടിനെയും ഒന്നാക്കി മാറ്റാൻ ദാറ്റ് കൂട്ടിച്ചേർക്കാം. ലിയ സെഡ് ദാറ്റ്. ഐ എന്നുള്ളതിനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ലിയ പെണ്ണായതുകൊണ്ട് ഷീ ആക്കി മാറ്റും. ലിയ സെഡ് ദാറ്റ് ഷീ. ലൈക്ക് എന്നുള്ളതിന്റെ സിമ്പിൾ പ്രസന്റ് സിമ്പിൾ പാസ്റ്റിലേക്ക് കൊണ്ടുപോയിക്കോളാം. ലിയ സെഡ് ദാറ്റ് ഷീ ലൈക്ക്ഡ് മാംഗോസ്. ഷീ ലൈക്ക്ഡ് മാംഗോസ്. ഓക്കെ, പക്ഷേ ശ്രദ്ധിക്കണം, റിപ്പോർട്ടിംഗ് പാർട്ട് പാസ്റ്റിലാണെങ്കിൽ എല്ലാ റിപ്പോർട്ടഡ് പാർട്ടും അതിന് തുല്യമായിട്ടുള്ള പാസ്റ്റിലേക്ക് മാറ്റണം എന്നുള്ള നിയമത്തിൽ എക്സെപ്ഷൻ വരുന്നുണ്ട്. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ എക്സെപ്ഷൻ. ഒരു കാര്യം ചെയ്യാം, റിപ്പോർട്ടഡ് പാർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം യൂണിവേഴ്സൽ ട്രൂത്ത് ആണെന്ന് കരുതിക്കോളൂ, ആഗോള സത്യമാണ്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ടീച്ചർ സാഡ് ദ എർത്ത് ഈസ് റൗണ്ട്. അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന കാര്യം ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. യൂണിവേഴ്സൽ ട്രൂത്ത് ആയിട്ട് മാറുന്ന അവസരത്തിൽ ടെൻസ് മാറ്റി കഴിഞ്ഞാൽ ആകെ വിട്ടിത്താവും. ദ ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് വാസ് റൗണ്ട് നമുക്ക് പണ്ട് ഒരു കാര്യത്തപ്പോ പരന്നു എന്നുള്ള അർത്ഥം. അത് പാടില്ല. അപ്പോ റിപ്പോർട്ടഡ് പാർട്ടിൽ കൊട്ടേഷന്റെ ഉള്ളിലുള്ള ഭാഗം യൂണിവേഴ്സൽ ട്രൂത്ത് ആവട്ടെ, ഒരു പ്രശസ്തമായിട്ടുള്ള കോഡ്സ് കൊട്ടേഷൻ ആവട്ടെ, ഹാബിച്വൽ ആയിട്ടുള്ള ആക്ഷൻ ആവട്ടെ, അവിടെ മാറ്റം വരും. പ്രസന്റിനെ പ്രസന്റ് ആയിക്കൊണ്ട് തന്നെ മസ്റ്റ് ബി കെപ്റ്റ് നിലനിർത്തിക്കൊള്ളണം. ഓക്കെ, ടീച്ചർ സെഡ് ദാറ്റ് ദ എർത്ത് ഈസ് റൗണ്ട്. അങ്ങനെ തന്നെ പറയേണ്ടുള്ളൂ. ഇവിടെ അങ്ങനെ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു ട്രൂത്ത് അല്ലാത്തതുകൊണ്ട് അത്തരം കാര്യങ്ങൾ അതിന് തുല്യമായിട്ടുള്ള കറസ്പോണ്ടിങ് പാസ്റ്റിലേക്ക് പോയിക്കൊള്ളാം. സിമ്പിൾ പ്രസന്റ് ആണെങ്കിൽ സിമ്പിൾ പാസ്റ്റ്, പ്രസന്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ എന്താണ് പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്തായിരിക്കും? ലിയ സെഡ് ദാറ്റ് ഷീ ലൈക്ക്ഡ് മാംഗോസ്. ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. 3 ശരിയായവർ എത്ര പേരുണ്ട്? ജനറൽ ക്വസ്റ്റ്യൻസ് ആണ്, അത് പെട്ടെന്ന് സോൾവ് ചെയ്തു. ജനറൽ ആയിട്ടുള്ള ദ സ്റ്റഡി ഓഫ് ദ പാറ്റേൺസ് ഓഫ് സൗണ്ട് ഇൻ എ ലാംഗ്വേജ് ഈസ് കോൾഡ്. ഇംഗ്ലീഷ് മെയിൻ എടുത്തവർക്കറിയാം, ശബ്ദങ്ങളെ കുറിച്ച് പഠിക്കുന്നത് മോഫോളജി അല്ല ഫൊണോളജിയാണ്, ഫെനീംസ്. ഇംഗ്ലീഷിൽ 44 ധ്വനികളാണ്. മലയാളത്തിൽ ചില അക്ഷരങ്ങളെ കൂടാതെ എനിക്ക് തോന്നുന്നു മലയാളം എല്ലാ സബ്ജക്ട് 51. അതേ രീതിയിൽ ഇംഗ്ലീഷിൽ 44 ഫെനീംസ് ആണ്, ശബ്ദങ്ങളാണ്. ശബ്ദങ്ങളെ ക്രമീകരിക്കുന്നതാണ് ഫൊണോളജി, ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, പാറ്റേൺസ് ഓഫ് സൗണ്ട്. കാരണം ഇംഗ്ലീഷിൽ ഞാൻ പറയാം, ഇന്ന് തുടക്കത്തിൽ വരുന്ന ഒരു പദവും ഇംഗ്ലീഷിലില്ല. പക്ഷെ ഇന്ന് വരികയാണെങ്കിൽ മിഡിൽ ലെവൽ. അപ്പൊ നോക്കാം, സിംഗിങ്.
ഓക്കെ, ഇന്ന് എവിടെയൊക്കെയാ വന്നിരിക്കുന്ന മിഡിൽ സിംഗിങ്. ഇംഗ്ലീഷിൽ ഒരു പദവും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ പദങ്ങള് എന്ത് ചെയ്യാൻ പാറ്റേൺ ക്രമീകരിക്കുന്ന ഒരു രീതി, ഏതൊക്കെ ധ്വനികൾ സെലക്ട് ചെയ്തോടാം. ക, എ, ട്, കാറ്റ്, സ്, ഈറ്റ്, സിറ്റ്, ബ, എ, ട്, ബാറ്റ്. അതിന് പറയുന്നതാണ് ഫെനോളജി. മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ശരിക്കും, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷില് ഏറ്റവും ബേസിക് യൂണിറ്റ് പണ്ടൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. എന്താണ്? വേർഡാണ്, വേർഡല്ല. മനസ്സിലായോ? മോർഫ് എന്ന് പറഞ്ഞാൽ മിനിമം അർത്ഥം കിട്ടുന്ന, വീണ്ടും മുറിക്കാൻ പറ്റാത്ത ഒരു പദത്തിനാണ് എന്തെന്ന് പറയാ, മോർഫ് എന്ന് പറയാം. അപ്പൊ നോക്ക്, ഫെയ്ത്ത് ഒറ്റ മോർഫാണ് ഫെയ്ത്ത്. പക്ഷെ ഫെയ്ത്ത്ഫുൾ രണ്ട് മോർഫായി, ഫെയ്ത്ത്ഫുൾനെസ് മൂന്നായി, അൺഫെയ്ത്ത്ഫുൾനെസ് നാലായി. ഇങ്ങനെ മോർഫിനെ കുറിച്ച് പഠിക്കുന്നതാണ് മോർഫോളജി. ഓക്കെ, മോർഫോളജി. അൺഫെയ്ത്ത്ഫുൾനെസ് എന്ന് പറഞ്ഞ ഒറ്റ പദമാണ്, വേർഡ് ഒന്നാണ്. പക്ഷെ അതിൽ അർത്ഥം കിട്ടുന്ന എത്ര പദങ്ങളുണ്ട്? 4 എണ്ണം ഉണ്ട്. കാരണം മറ്റു പദങ്ങളും അഞ്ച് കൂടി ചേരുമ്പോൾ അർത്ഥമുണ്ട്, അൺഇമ്പോർട്ടന്റ്. ഓക്കെ, ഫെയ്ത്ത് ആണ് റൂട്ട് വേർഡ്. ഫുൾ എന്നുള്ളതിന് അർത്ഥമുണ്ട്, കാരണം ബ്യൂട്ടി, ബ്യൂട്ടിഫുൾ. അർത്ഥമുണ്ട് കൈൻഡ്, കൈൻഡ്നെസ്. അതിനെ കുറിച്ച് പഠിക്കുന്നതാണ് എന്ത്? മോർഫോളജി. ഓക്കെ, പിന്നെ നമുക്ക് എറ്റിമോളജി ആണ് നേരത്തെ പറഞ്ഞു. എറ്റിമോളജി പദങ്ങളുടെ ഉൽപ്പത്തി, അതിന്റെ ഉത്ഭവം, ബാക്കിയൊക്കെയാണ്. അതിനെ കുറിച്ച് പഠിക്കുക. പ്രോസോഡി നിങ്ങൾക്കറിയാം, കവിത പഠിപ്പിക്കുമ്പോൾ ഹൈസ്കൂൾ ലെവലിൽ, പ്ലസ് 2 ലെവലിലൊക്കെ പ്രോസോഡി, പ്രാസം, വൃത്തം, റയം, ഇൻറ്റോനേഷൻ, അതൊക്കെ പ്രോസോഡിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. പദ്യത്തിലാണ്, അലങ്കാരങ്ങളൊക്കെ തന്നെ ഇതിന്റെ കീഴിലേക്ക് വരും പ്രോസോഡി. ഓക്കെ, ഇനി നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ. ദ മോർ യു പ്രാക്ടീസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഡാഷ് ഇറ്റ് ബിക്കംസ് സെഡ് ദ ടീച്ചർ. എത്രത്തോളം അത്രത്തോളം എന്നുള്ളതിന് ഇംഗ്ലീഷിൽ ദ മോർ എന്നുള്ള ഒരു പ്രയോഗമുണ്ട്. എപ്പോഴും ഓർമ്മിക്കാം, ദ മോർ. ഒരു ക്ലോസിന്റെ കൂടെ ദ മോർ എന്നുള്ള രൂപം ഉണ്ടെങ്കിൽ അടുത്ത ക്ലോസിന്റെ കൂടെയും ദ മോർ ഉണ്ടായിരിക്കാം. അതൊരു പ്രയോഗമാണ്. ഓക്കെ, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചോളൂ. ദ മോർ ഹി ഏൺസ്, അവൻ എത്രത്തോളം സമ്പാദിക്കുന്നുവോ, the more he spends, അത്രത്തോളം എന്ത് ചെയ്യുന്നു. the more he beat his wife, the louder she cried. the louderന്റെ കൂടെ എന്തുണ്ട്? more. the more അങ്ങനെ രണ്ട് more വരുന്ന എവിടെ നോക്കാം. the more you practice speaking English, നിങ്ങൾ എത്രത്തോളം ഇംഗ്ലീഷ് സ്പീച്ച് പ്രാക്ടീസ് ചെയ്യുന്നുവോ dash it becomes the teacher. easy it becomes the easiest, no, the easier. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദ ഈസിയർ. വെറും ഈസിയർ എന്ന് പറഞ്ഞാലും തെറ്റാണ്. ദ വരുമ്പോ ദ മോർ വേണം. ദ ഈസിയറിൽ എന്തുണ്ട്? ഈസി പ്ലസ് മോർ ആണ് ഈസിയർ ആയിട്ട് മാറി. ദ ഈസിയർ ഇറ്റ് ബിക്കംസ്. ഓക്കെ, സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. എന്താണ്? ഓപ്ഷൻ കറക്റ്റ് ബി ആണ്. പറഞ്ഞുതരാം. ഈ ആൻഡ് ചേർത്തുകൊണ്ട് രണ്ട് നാമങ്ങൾ ചേർത്ത് എഴുതിയാൽ പ്ലൂറലാണ്. പ്രാണി ആൻഡ് രാജു. വർക്ക്സ് എന്നല്ല പറയണ്ടത്, വർക്ക് ഹാഡാ. മനസ്സിലായോ? ആൻഡ് ചേർത്തുകൊണ്ട് രണ്ട് എന്താണ്? ഏകവചനോ ബഹുവചനോ എന്ത് ചേർത്ത് കഴിഞ്ഞാൽ ക്രിയ ബഹുവചനമാണ്. പക്ഷെ ചില പദങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി ഒന്നായിക്കൊണ്ടാണ് കാണുന്നത്. ഇഡ്ലി ആൻഡ് സാമ്പാർ, ദ ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാനം. മനസ്സിലായി? അങ്ങനെ വരികയാണെങ്കിൽ അതിനെ ഒരു യൂണിറ്റ് ആയി ഒന്ന് കണ്ടുപോകണം. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും കുറച്ച് പദങ്ങളിൽ 4 or 5 അത്തരം വരുന്ന ഫ്രേസ്, അതിലൊന്നാണ് പെട്ടിരിക്കുന്നത് സ്ലോ ആൻഡ് സ്റ്റഡി. അതിനൊരു യൂണിറ്റ് സിംഗിൾ ആയിക്കൊണ്ട് കാണുക. ലോ ആൻഡ് ഓർഡർ ഇൻ ദ കൺട്രി ഈസ് ഇൻ ട്രബിൾ എന്ന് പറയുന്നത് ആറല്ല. ഇഡ്ലി ആൻഡ് സാമ്പാർ ഈസ് എ ഗുഡ് കോമ്പിനേഷൻ, നോട്ട് ആർ. അതിനെ ഒരു യൂണിറ്റ് ആയിക്കൊണ്ട് കാണും. അങ്ങനെ ഒരു യൂണിറ്റ് ആയിക്കൊണ്ട് കാണുകയാണെങ്കിൽ അത് സിംഗുലർ ആണ്. അപ്പൊ അവിടെ ഉത്തരം നമുക്ക് കിട്ടേണ്ടതാണ് വിൻസ്. ഓക്കെ, വിൻസ് എന്നുള്ളതാണ് ഓപ്ഷൻ ബി റൈറ്റ് ആൻസർ. മറ്റു നാലാമത്തെ നോക്കാം. ഇഫ് യു ഗോ ദർ യു ഡാഷ് മീറ്റ് ഹിം. നീ അവിടെ പോവുകയാണെങ്കിൽ, ഇഫ് ക്ലോസ് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കും. ദർ ആർ 3 types ഓഫ് കണ്ടീഷണൽ സെന്റൻസസ്. റിയൽ കണ്ടീഷൻ, അൺറിയൽ കണ്ടീഷൻ, ഇംപോസിബിൾ കണ്ടീഷൻ. റിയൽ കണ്ടീഷനിൽ കണ്ടീഷണൽ ക്ലോസിലെ ക്രിയ പ്രസന്റിലാണോ നോക്കാം. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിലെ ക്രിയ സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും. ഇവിടെ തന്നിരിക്കും നോക്കാം. ഇഫ് യു ഗോ, ഇഫ് ക്ലോസിൽ ഗോ എന്നുള്ള പ്രസന്റ് ആണ്, പ്രത്യേകിച്ച് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ മെയിൻ ക്ലോസിലെ ക്രിയ
വിൽ പ്ലസ് ബേസ് ഫോം ആയിരിക്കണം. വിൽ പ്ലസ് ബേസ് ഫോം ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏതാ കറക്റ്റ് ആൻസർ നോക്കാം. If you go there, you will meet him. You will meet him. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. വുഡ് അല്ല. പക്ഷെ if you went there ആയിരുന്നുവെങ്കിൽ you will meet him. ആ കണ്ടീഷണൽ ക്ലോസ് നമ്മൾ വൃത്തിയായിട്ട് പഠിക്കും. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ഇഫ് യു ഗോ there. if ക്ലോസിലെ ക്രിയ പ്രസന്റ് ടെൻസിലാണെങ്കിൽ if ക്ലോസിലെ ക്രിയ ഇവിടെ എന്താണ്? ഗോ എന്നുള്ള പ്രസന്റ് ആണ്. മെയിൻ ക്ലോസിൽ വിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ എന്തായിരിക്കും? യു വിൽ മീറ്റ് ഹിം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, മ ഇൻ ദ വേർഡ് മീനിങ് ഈസ്. മീനിങ്ങിലെ മ ഏത് എന്നുള്ളതാണ്. അത് ഇവിടുന്ന് ഇപ്പൊ തന്നെ ഞാൻ പഠിപ്പിക്കാം. നിങ്ങൾ വേറൊരു ക്ലാസ്സിലൊന്നും ഇരിക്കേണ്ട കാര്യമില്ല. മലയാളം TTC-ക്കാരുടെ നാസികങ്ങൾ നിങ്ങൾ പഠിച്ചോ. ഇംഗ്ലീഷിൽ അതിന് നാസൽസ് എന്നാണ് പറയേണ്ടത്. നാസൽസ്. ഇംഗ്ലീഷിൽ 3 നാസൽസ് ഉള്ളൂ. മ, ന, ങ. ഇത് ഉച്ചരിക്കേണ്ട ങ എന്നാണ്. മ, ന, ങ. ഇംഗ്ലീഷിലെ നാസികങ്ങൾ 3 എണ്ണേ ഉള്ളൂ. ഓക്കെ, മറ്റൊന്നുമില്ല. 44 ധ്വനികളില് മ, ന, ങ. സിംഗ്, സോങ്, അതിലെങ്ങ്. അത് 3 നാസികങ്ങളാണ്, നാസൽസ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്തായിരിക്കും കറക്റ്റ് ഉത്തരം? ഗ്ലോട്ടൽ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ഒറ്റ ഗ്ലോട്ടൽ സൗണ്ട് വരും. ഗ്ലോട്ടീസിനുള്ളിൽ നിന്നും, ഗ്ലോട്ടീസ് ഇവിടെ ഒരു ഉപകരണം ഉണ്ട്, അപ്പാരറ്റസ് ഉണ്ട്. ഗ്ലോട്ടീസ് വോക്കൽ കോഡ്സിന്റെ ഇടയിലുള്ള ശൂന്യമായിട്ടുള്ള സ്ഥലമാണ് ഗ്ലോട്ടീസ്. ഗ്ലോട്ടീസിനകത്ത് നിന്ന് ഉച്ചരിക്കുന്ന ഒറ്റ സൗണ്ട് ഇംഗ്ലീഷിലുള്ളൂ, ദാറ്റ് ഈസ് ഹ. ഓക്കെ, ഹ എന്നുള്ള സൗണ്ട്. ഹോട്ടൽ, ഹോസ്പിറ്റൽ, അതിലെ ഹ. പിന്നെ നമുക്ക് പ്ലോസീവ്സ്. ഇംഗ്ലീഷിൽ 6 പ്ലോസീവ്സ് ആണ്. നമ്മുടെ പ്രസക്തി അല്ലെന്നാലും പറയാം. പ്ലോസീവ്സ് ആണ്. പിന്നുള്ളത് നമുക്ക് എന്താണ്? അഫ്രിക്കേറ്റ്സ് ആണ്. ജാം. ഓക്കെ, ചീപ്പ്, അത് നമ്മൾ ഫെനറ്റിക്സിൽ കുറച്ച് ഫെനറ്റിക്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് അവിടെ കുറച്ച് ഒരു ക്വസ്റ്റ്യൻ 2 ക്വസ്റ്റ്യൻ ഒക്കെ വല്ലപ്പോഴും അവിടെ നിന്ന് വരാറുണ്ട്. ഇവിടെ എന്താണ് ഉത്തരം? നാസൽസ് ആണ്. The word in meaning is a nasal sound. മലയാളത്തില് നാസികങ്ങൾ, ഇംഗ്ലീഷിൽ 3 നാസികങ്ങളിലും ഓർമ്മിക്കുക. മ, ന, ങ. ഓക്കെ, ഇനി നിങ്ങൾക്ക് നമ്മുടെ സമയം കഴിഞ്ഞു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഏതെങ്കിലും ക്വസ്റ്റ്യനുമായിട്ട്, ഇപ്പൊ നൽകിയ ക്വസ്റ്റ്യനുമായിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. 5 വായിച്ചല്ലേ? ഓക്കെ, ഗുഡ്, വെരി ഗുഡ്. അപ്പോ ഇത് മനസ്സിലാക്കിയതും ഇംഗ്ലീഷിലൊക്കെ അത്യാവശ്യം കുട്ടികളൊക്കെ നല്ല എന്തുണ്ട്, സ്റ്റാൻഡേർഡ് നല്ല എടുക്കുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇനി ക്ലാസ് തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ ഓരോ ചാപ്റ്റർ എടുത്ത് പഠിപ്പിക്കുമ്പോഴായിരിക്കും ഇനി ക്ലിയർ ആയിട്ടുള്ളത്. ഏതായിരുന്നാലും നിങ്ങൾ ഈ കോഴ്സിൽ ചേരുകയാണെങ്കിൽ നിങ്ങളെ പാസ്സാക്കും എന്നതിലുപരി, പാസ്സാകുക എന്നുള്ളത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവർക്കും. അതിലുപരി മത്സര പരീക്ഷകൾക്ക് ഉള്ള, മനസ്സിലായി, ഒരുപാട് നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറി കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ PSC 10ാം ക്ലാസ് വേണ്ടത് അല്ലെങ്കിൽ ഡിഗ്രി നിലവാരത്തിൽ വേണ്ടതിന്റെ ഗ്രാമറൊക്കെ നമ്മൾ പഠിച്ചു പോകും. അപ്പൊ നിങ്ങളൊരു ചെറിയ എന്തായിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന ഒരു ഫീലും വലിയ ഒരു കോഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് നൽകുക. ഓക്കെ, വി ഷാൽ മീറ്റ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. യു ആർ വെൽക്കം.